ഹായ്, ഹലോ മക്കളെ. ഹലോ ഹലോ ഹലോ, എന്താ എല്ലാവരും ആക്റ്റീവ് ആണല്ലോ? യെസ്. അപ്പോൾ നമുക്ക് ഇന്ന് ആയി നമ്മുടെ അക്കാഡമിക് ഇൻസൈറ്റ്, നമ്മുടെ എക്സാമിന് പ്രിപ്പറേഷൻ നമുക്ക് തുടങ്ങാം. ഇംഗ്ലീഷ് എക്സാം, നാളത്തെ ഇംഗ്ലീഷ് എക്സാമിന് എല്ലാവരും തയ്യാറല്ലേ? തുടങ്ങാം. യെസ്, ഓക്കെ. കൈ കാണിച്ച എല്ലാവരും ഒന്ന്. ഓക്കെ, എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ടിരുന്നേ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ആദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത്, ചാപ്റ്റർ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിക്കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. സോ വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഡിസ്കസ്. നമുക്ക് 4 യൂണിറ്റ് ആണുള്ളത്. അതിൽ നിന്ന് 4 പോയമും ബാക്കി ഓൾമോസ്റ്റ് 12 ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. ഈ അവസാനത്തെ 2 ചാപ്റ്ററിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ നമ്മൾക്ക് പറ്റില്ല. കാരണം ദിസ് ഇസ് എ മിഡ് ടേം എക്സാം, നമ്മുടെ ഒരു സെക്കൻഡ് എക്സാമായിട്ട്, മിഡ് ടേം എക്സാമായിട്ട് നമുക്ക് കരുതുന്ന, അല്ലെങ്കിൽ ഒരു പകുതി എത്തി നിൽക്കുന്ന സമയത്തുള്ള ഒരു എക്സാമാണ്. എല്ലാ വർഷവും വന്നിരിക്കുന്ന ഒരു പാറ്റേൺ അനുസരിച്ച് ഓഫ് കോഴ്സ് ഈ 2 യൂണിറ്റ്സ്, തേർഡ് ആൻഡ് ഫോർത്ത് യൂണിറ്റ് ആർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ നമ്മുടെ ടെക്സ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ചാപ്റ്ററാണ് ഈ തേർഡ് ആൻഡ് ഫോർത്ത്. ഈവൻ ഫോർ അവർ ഫൈനൽ എക്സാം ഏകദേശം ഒരു 40 മാർക്സ്, 40 മാർക്കോളം നമുക്ക് ആ 2 യൂണിറ്റിൽ തന്നെയാണ് വരുന്നത്. ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ആ 2 യൂണിറ്റിലാണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്റേഴ്സിനെ അങ്ങനെ അങ്ങ് ഡിസ്കാർഡ് ചെയ്ത് കളയാൻ പറ്റുകയില്ല, നമുക്ക് ഒഴിവാക്കി കളയാൻ പറ്റില്ല. ഇത്തവണ അധികം മാർക്കിനൊന്നും വരില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയല്ല സാധാരണ കാണാറ്, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ബട്ട് എങ്ങനെയായാലും നമ്മുടെ ഈ ലാസ്റ്റ് 2 യൂണിറ്റ്സ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. നമ്മളതിൽ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ ആലോചിക്കുന്നത്, നമുക്ക് ആദ്യം ഒരു ഗ്രാമർ ഡിസ്കഷനിൽ നിന്ന് തുടങ്ങാവുന്ന, എന്ത് പറയുന്നു? അതോ ലിറ്ററേച്ചറിലേക്ക് പോകണോ? നിങ്ങൾക്ക് ഏതാണ് കോൺഫിഡൻറ്റ്? നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ളത്? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തോളൂ. ഓക്കെ, നമുക്ക് ഗ്രാമറിൽ തുടങ്ങാം. ഗ്രാമറിൽ തുടങ്ങുമ്പോൾ മാക്സിമം ഞാനൊരു 25 to 40 മിനിറ്റ്സ് ആണ്, മാക്സിമം ഒരു 40 മിനിറ്റ്സ് വരെ നമുക്ക് ഗ്രാമർ നോക്കാമെന്ന് ഞാൻ കരുതുന്നു. ബിക്കോസ് അത് കൂടുതലാണ്. നമ്മുടെ ഒരു 5 to 10% മാർക്കേ നമുക്ക് ഗ്രാമറിലുള്ളൂ. എന്നതുകൊണ്ട് തന്നെ ഈ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു 25-ൽ ഫിനിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, മാക്സിമം പോവുകയാണെങ്കിൽ 40, അതിനുള്ളിൽ ഞാൻ ഗ്രാമർ കംപ്ലീറ്റ് ചെയ്യും. കുറച്ച് പോർഷൻസ് ഗ്രാമറിലുള്ളൂ, വളരെ കുറച്ച് മാർക്കും കുറച്ച് പോർഷൻസ് നമുക്ക് ഗ്രാമറിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുള്ളൂ, ബേസ്ഡ് ഓൺ അവർ പ്രീവിയസ് ഇയേഴ്സ് എക്സാംസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മുടെ പ്രീവിയസ് ഇയർ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതെല്ലാം. ദ ബോയ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് ഗോൺ ഹാവ് ഹാസ്. എന്താണ് ആൻസർ പറയാമോ ആർക്കെങ്കിലും? ഒക്കെ ആരാണ് ഉത്തരം പറയുക? പ്ലീസ്. യെസ്, പറഞ്ഞോളൂ. യെസ്, വൈഷ്ണവ് പറഞ്ഞോളൂ. ആൻസർ പറഞ്ഞോളൂ. വെരി ഗുഡ്, ഹാസ്. സിമ്പിൾ ആൻസർ ആണ്. രണ്ടാമതിൻ്റെ ഉത്തരം ആരാ പറയുന്നത്? ഓൾ ദ അസസ്മെന്റ് ഷുഡ് ബി സബ്മിറ്റഡ് ഓൺ ടൈം. എന്താണ് അതിൻ്റെ ആൻസർ? പറഞ്ഞോളൂ. യെസ്, ഡാനിഷ് പറഞ്ഞോളൂ. ഡാനിഷ് പെട്ടെന്ന്. അതർവൈസ്. യെസ്, കറക്റ്റ്. അപ്പോൾ ആദ്യത്തേത് വന്നിരിക്കുന്നത് സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പോകില്ല. ജസ്റ്റ് സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ് ഇസ് എ പ്രാക്ടീസ് ഓഫ് യൂസിങ് എ വെർബ് ദാറ്റ് മാച്ചസ് ദ നമ്പർ ആൻഡ് പേഴ്സൺ ഓഫ് ഇറ്റ് സബ്ജക്ട്. അപ്പോൾ സബ്ജക്ട് വെർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ കരുതുക: സബ്ജക്റ്റ് നമ്മുടെ തലയാണെന്നും വെർബ് നമ്മുടെ ശരീരത്തിലെ കൈയും കാലും ഒക്കെയാണെന്ന് കരുതുക. അപ്പോൾ ഈ കൈയും കാലും ഒക്കെ എന്ത് ചെയ്യണം? സബ്ജക്റ്റിനോട്, തലയോട് ചേർന്നിരിക്കണം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ സിംഗുലർ ഫോം ഉപയോഗിക്കണം. അതുപോലെ തന്നെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബിൻ്റെ പ്ലൂറൽ ഫോം ഉപയോഗിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് റൂള്. ഓക്കെ, ദെൻ ഇവിടെ ലാസ്റ്റ് എഴുതിയിരിക്കുന്ന പോയിന്റ് നോക്കൂ. പ്രിപ്പോസിഷണൽ ഫ്രേസസ് ലൈക്ക് വിത്ത്, ടുഗദർ വിത്ത്, അലോങ് വിത്ത് ആൻഡ് ആസ് വെൽ ആസ് ആർ നോട്ട് പാർട്ട് ഓഫ് സബ്ജക്റ്റ്. അപ്പോൾ ഒരു സബ്ജക്റ്റിൻ്റെ കൂടെ വിത്ത്, അല്ലെങ്കിൽ ടുഗദർ വിത്ത്, അല്ലെങ്കിൽ അലോങ് വിത്ത്, ആസ് വെൽ ആസ് ഇങ്ങനെയുള്ള പ്രിപ്പോസിഷണൽ ഫ്രേസസ് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അത് സബ്ജക്റ്റിൽ ജോയിൻ ചെയ്യില്ല. അത് മാറ്റി നിർത്തി എന്താണോ സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ചുള്ള വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ഇവിടെ മൈ ഫ്രണ്ട് വിത്ത് ഹിസ് പാരൻസ് ഡാഷ് ടുഡേ ടു വിസിറ്റ് മീ ആൻഡ് മൈ ഫാമിലി. എന്താണ് ആൻസർ? ആർക്കാണ് പറയാൻ പറ്റുക? ആരാണ് പറയുക? പറഞ്ഞോളൂ, പറയൂ. യെസ്, റേസ് യുവർ ഹാൻഡ് ദോസ് ഹു ആർ റെഡി ടു ടെൽ ദ ആൻസർ. ഇല്ലെങ്കിൽ ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. ആർക്കും അറിയില്ല?
നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഞാൻ പ്രീവിയസ് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നു നോക്കൂ, പ്രിപ്പോസിഷണൽ ഫ്രേസസ് ലൈക്ക് വിത്ത്. ഇത് ഓർത്തിരിക്കുക, നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് സാധാരണ പ്രീവിയസ് ഇയറിൽ കാണാറുള്ളതാണ്. വിത്ത്, ടുഗദർ വിത്ത്, എലോങ് വിത്ത്, ആസ് വെൽ ആസ് ഇത്തരം പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആർ നോട്ട് എ പാർട്ട് ഓഫ് സബ്ജക്റ്റ്. ഇനി പറ, മൈ ഫ്രണ്ട് വിത്ത് ഹിസ് പാരൻസ് ഡാഷ് ടുഡേ ടു വിസിറ്റ് മീ ആൻഡ് മൈ ഫാമിലി. അപ്പോൾ ഇവിടെ വിത്ത് ഹിസ് പാരൻസിനെ നമുക്ക് ഒഴിവാക്കി കളയാം, പിന്നെ മൈ ഫ്രണ്ട് എന്നുള്ള സബ്ജക്റ്റ് മതി. ഡാഷ് ടുഡേ ടു വിസിറ്റ് മീ, എന്തെങ്കിലും ഒരു വെർബ് ഉപയോഗിച്ച് അതിന് ഉത്തരം പറഞ്ഞോളൂ. കം എന്നൊരു ബ്രാക്കറ്റിലൊരു വെർബ് ഉണ്ടെങ്കിൽ എങ്ങനെ പറയും? ആരാണ് ഉത്തരം പറയുക? കം എന്ന് ഉത്തരം എഴുതാൻ പറ്റില്ല. എന്താണ് ആൻസർ പറയും? നോ 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 നോ, അത് വേണ്ട, ഹാഡ് കം ഒന്നും വേണ്ട. ടുഡേ ടു വിസിറ്റ് മീ ആൻഡ് മൈ ഫാമിലി. ടുഡേ ടു വിസിറ്റ് മീ ആൻഡ് മൈ ഫാമിലി. ഞാനിത് ഓക്കെ, നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ലേ? സെൻറ്റൻസ് മനസ്സിലായില്ലേ? മൈ ഫ്രണ്ട് വിത്ത് ഹിസ് പാരൻസ്. അപ്പം മൈ ഫ്രണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റ് ടുഡേ. ഒരു സിമ്പിൾ പ്രസൻറ്റൻസിലേക്ക് അങ്ങ് പറഞ്ഞേ. എന്താണ്? യെസ് പറഞ്ഞോ ലിയ. നോ നോ നോ, നിങ്ങൾ പാസ്റ്റ് ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടുഡേ എന്തിനാണ് അവിടെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്? അതിൽ ആവശ്യമില്ല. കെയിം ടുഡേ, നോ അത് വേണ്ട. നമുക്കിവിടെ ഒരു സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അത് പറഞ്ഞ ആൻസർ. സിമ്പിൾ പ്രസന്റ് ടെൻസ്, യൂസ് സിമ്പിൾ പ്രസന്റ് ടെൻസ്. പവൻ പറഞ്ഞേ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. നോ നോ, ഓക്കെ. എന്നാ പ്രസന്റ് കണ്ടിന്യൂസിൽ ഉത്തരം പറഞ്ഞേ. പ്രസന്റ് കണ്ടിന്യൂസിൽ ഉത്തരം പറ. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉത്തരം പറഞ്ഞാൽ ഉത്തരം തെറ്റാണ്, ഫൈൻ. വേണ്ട, പ്രസന്റ് കണ്ടിന്യൂസിൽ ഉത്തരം പറഞ്ഞേ. യാ വേണ്ട വേണ്ട. മൈ ഫ്രണ്ട് ഈസ് കമ്മിങ് ടുഡേ ടു വിസിറ്റ് മീ ആൻഡ് മൈ ഫാമിലി. ഈസ് കമ്മിങ് ടുഡേ എന്ന് പറഞ്ഞാൽ പോരെ? ടു വിസിറ്റ് മീ ആൻഡ് മൈ ഫാമിലി. ശരിയായോ? കിട്ടിയോ? പ്രശ്നം എന്താണ് അവിടെ ഒരു ബ്ലോക്ക് വന്നത്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നുകൂടെ, പ്രിപ്പോസിഷണൽ ഫ്രേസസ് ലൈക്ക് വിത്ത്, ടുഗദർ വിത്ത്, എലോങ് വിത്ത്, ആസ് വെൽ ആസ്, ഇത്തരം പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സബ്ജക്റ്റിൻ്റെ ഭാഗമാകില്ല. ഇവിടെ അതിനുള്ളൊരു എക്സാമ്പിളാണ് വിത്ത് ഹിസ് പാരൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വിത്ത് ഹിസ് പാരൻസ് അല്ലേ, അവൻ്റെ ഒപ്പം, അത് ഒരു പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ്. അത് സബ്ജക്റ്റിൻ്റെ ഭാഗമാകുന്നില്ല. ഈസ് മൈ ഫ്രണ്ട് സിംഗുലർ ആയതുകൊണ്ട് ഈസ് കമ്മിങ് ടുഡേ എന്ന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. മീ ആൻഡ് മൈ ഫാമിലി പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഫൈൻ. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയോ? സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഇതെല്ലാവർക്കും പിടികിട്ടിയോ? എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു തവണ കൂടെ ഒന്ന് പറയാം, പെട്ടെന്ന് പറഞ്ഞു പോകാം. ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, കാരണം എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണെന്ന് കരുതിയാണ് ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് പോയത്. ഒന്നുകൂടെ പറയേണ്ട എന്ന ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അതൊന്നുകൂടെ ഒന്ന് വിശദമാക്കാം. ഇസ് ഇറ്റ് റിക്വയർഡ്? എനി ഡൗട്ട്സ്? ഇല്ല, ഞാൻ മുന്നോട്ട് പോകാം കേട്ടോ. ഓക്കെ. വൈൽ ദ റിവിഷൻ പ്രോസസ് ഡാഷ് ഗോയിങ് ഓൺ ഹി മെയ്ഡ് എ ട്രിപ്പ് ടു സ്വിറ്റ്സർലൻഡ്. ആരാണ് ഉത്തരം പറയുക? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ആരാണ് ഉത്തരം പറയുക? പറഞ്ഞോളൂ, പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ. ജസ്റ്റ് ഗിവ് മീ ദ ആൻസർ. അൺമ്യൂട്ട് ആൻഡ് ടെൽ ദ ആൻസർ. കേൾക്കാൻ പറ്റുന്നില്ല, മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ കേട്ടോ. യെസ് പറഞ്ഞോളൂ. While the revision process was going on, he made a trip to yes, correct ആണ്. ഓക്കെ. നെക്സ്റ്റ്, ആഫ്റ്റർ മൈ അഡ്രസ് ഹൺഡ്രഡ്സ് ഓഫ് ഹാൻഡ്സ്. അതിൻ്റെ ഉത്തരം ആരാ പറയുന്നത്? പെട്ടെന്ന് പറയണം. പറഞ്ഞോ രണ്ടാമത്തെ ഉത്തരം. After my address, hundreds of hands were raised for asking questions. Is it clear? ഈ ഒരു ഐഡിയ എല്ലാവർക്കും, ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ നമുക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ഭാഗം ഇതാണ്. ഈ ആദ്യം ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റ്, സോറി 1 minute, ദിസ് പോയിന്റ്, ഇത് ബേസ് ചെയ്ത് പ്രിപ്പോസിഷണൽ ഫ്രേസസ് ആഡ് ചെയ്തുകൊണ്ടുള്ള സബ്ജക്ട്സ് നമുക്ക് തരാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സാധാരണ കാണാറുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. ഓക്കെ. എല്ലാവർക്കും ആ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ മുന്നോട്ട് പോട്ടെ, പെട്ടെന്ന് പോവാണ്. ഫൈൻ. യെസ്, നെക്സ്റ്റ്.
അടുത്ത കുറച്ച് പോയിന്റ്സ് കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. കോമ്പൗണ്ട് സബ്ജക്ട്സ് കമ്പൈൻ വിത്ത് ആൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഹി അല്ലെ രാഹുൽ ആൻഡ് രാധ, ഇത് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടാണോ പ്ലൂറൽ സബ്ജക്റ്റ് ആയിട്ടാണോ കരുതുന്നത്? രാഹുൽ ആൻഡ് രാജ്, രാഹുൽ ആൻഡ് രാജ് ഈസ് ആണോ ആറാണോ? പറഞ്ഞോളൂ. യെസ്, രാഹുൽ ആൻഡ് രാജ് ആറാണ്. രാഹുൽ ഓർ രാജ് ആണെങ്കിലോ എന്താ പറയുക? രാഹുൽ ഓർ രാജ് ആണെങ്കിലോ? രാഹുൽ ഓർ രാജ്. മൈക്ക് മ്യൂട്ടാണ് പറഞ്ഞോ. ആ യെസ് എക്സാക്ട്ലി, ഗുഡ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നേരത്തെ തന്നെ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഓക്കെ, then when you have a sentence begin with here, there, this, that, those, these, always remember that the subject follow the verb and therefore the verb has to be conjugated with reference to the subject. അപ്പോൾ here ഇങ്ങനെയുള്ള here is a tree എന്നൊക്കെ പറയുന്നിടത്ത് a tree എന്ന് പറയുന്ന സബ്ജക്റ്റിനെ here is a tree. okay, here is your box. ഓക്കെ, ആ ഒരു പോയിന്റ് എല്ലാവർക്കും കിട്ടിയോ? ആർക്കെങ്കിലും ഈ പറഞ്ഞു പോകുന്നതിൽ സ്പീഡ് കൂടുതലാണെന്നോ അല്ലെങ്കിൽ മനസ്സിലാകാൻ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ജസ്റ്റ് റൈസ് യുവർ ഹാൻഡ്. മനസ്സിലാകാത്തതുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ഫൈൻ. Then abstract nouns and uncountable nouns are considered as singular subjects, so make sure you use a singular verb along with it. okay, abstract nouns, uncountable nouns നെ സിംഗുലർ ആയിട്ട് കാണുന്നത്, അതുകൊണ്ട് അതിൻ്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുക. ഓക്കെ, ഫൈൻ. ഈ പോയിന്റ്സ് ഓർത്തിരിക്കുക. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് നമുക്ക് പല ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ വരാം, ഇല്ലെങ്കിൽ എഡിറ്റിംഗിലും സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് വരാം. ഓക്കെ, ആ രണ്ട് എടുത്ത് നമുക്ക് ഗ്രാമറിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിന്റെ ആവശ്യമുണ്ട്. In sentences that have adjectives such as all, a lot of, lots of, or some are used along with nouns to form a phrase that act as a subject of the sentence. The verb is used according to the noun just before it. Okay, ഇവിടെ all, a lot, lots of, some, ഇത്തരം adjectives ഉള്ള കേസുകളിൽ this verb is used according to the noun just before it. Remember it. Okay. Then each and every, when a sentence begins with each or every, the subject is considered as singular. Remember this point, each and every. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈച്ചോ എവറിയോ ഉപയോഗിച്ചാണ് സെന്റൻസ് ആരംഭിക്കുന്നതെങ്കിൽ സബ്ജക്റ്റിനെ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സിംഗുലർ സബ്ജക്റ്റാണ് കൺസിഡർ ചെയ്യുന്നത്. അറിയാമല്ലോ, സംശയമില്ലല്ലോ. ഓക്കെ, മൂവിങ് ഓൺ. അപ്പോൾ നമ്മൾ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അടുത്തത് ഇത് ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഏത് ഭാഗമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? കംപ്ലീറ്റ് ദ ഫ്ലൈയിങ് സെന്റൻസ് വിത്ത് സ്യൂട്ടബിൾ ക്ലോസസ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ഏതാണിത്? ആരാണ് ഉത്തരം പറയുക? യാ, പറഞ്ഞോളൂ. യെസ്, ആൽബർട്ട് പറഞ്ഞോളൂ. ഇത് എന്താണ്? ഏത് ഭാഗത്താണിത്? കണ്ടീഷണൽ ക്ലോസ്. ആദ്യത്തെ ഉത്തരം പറയൂ ആൽബർട്ട്. If you worked with confidence, you would. Exactly, good. If you work hard, രണ്ടാമത്തെ ഉത്തരോ? You will. Yes, good. If I had written the exam, I would have. അല്ലേ, അവിടെ I ആണ്. If I had, I would have. Okay, clear. അറിയാവുന്ന കാര്യമാണല്ലോ അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ? Fine, good. A conditional is defined. Okay, fine. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. This sentence often starts with if or unless in which one half express something which depends on the other half. if clause-ന്റെ ഒരു ബേസിക് റീസൺ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. അതൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല എന്ന് കരുതുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ? ഓക്കെ, അപ്പോൾ ഈ 4 ടൈപ്പ് കണ്ടീഷണൽസ് ആണുള്ളത്. സീറോ കണ്ടീഷണൽസ്, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽസ്. ഓക്കെ അല്ലേ? ഇത് എല്ലാവരും കേട്ടിട്ടുള്ള കാര്യങ്ങളാണോ? എല്ലാവർക്കും പരിചയമുള്ള കാര്യമാണോ ഇത്? മനസ്സിലാകാത്തവരുണ്ടോ ഈ കാര്യം? ഇഫ് ക്ലോസിന്റെ ഒരു മാർക്ക് അല്ലെ 2 മാർക്കിന്റെ ചോദ്യം നമ്മുടെ പ്രീവിയസ് ഇയേഴ്സിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള
ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണോ? ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു പോകാം. Okay, a zero conditional sentence is one which refers to a general truth. Okay, it denotes situation in which a particular thing or action always result in another. Okay, അതായത് if conditional if clause, if conditional രണ്ട് ക്ലോസ് ഉണ്ടാവും, ഒരു if clause ഉണ്ടാവും, പിന്നെ മെയിൻ ക്ലോസ്. if clause is the dependent clause, മെയിൻ ക്ലോസും വേറെ ഉണ്ടാകും. അപ്പോൾ if ക്ലോസിൽ പറയുന്ന കാര്യം അത് സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ, നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സിമ്പിൾ പ്രസൻറ്റൻസിലാണെങ്കിൽ അത് if clause here I'll give you one example here. If you don't water the plants, നോക്കൂ, if you don't water the plant they die. Okay, if clause is in simple present tense. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ മെയിൻ ക്ലോസ് എങ്ങനെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് കരുതുന്നത് അല്ലേ? ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, കാരണം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നത്. നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഇഫ് യു ഡോണ്ട് വാട്ടർ ദ പ്ലാന്റ്സ് ദേ ഡൈ. അവിടെ എന്തുകൊണ്ടാണ് രണ്ടും സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. ഇഫ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം സംഭവിച്ചാൽ ദേ ഡൈ, അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടിലും. ഓക്കെ, മെയിൻ ക്ലോസ് ആസ് വെൽ ആസ് ഇഫ് ക്ലോസ്. ക്ലിയർ ആണോ? ഇപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആയോ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഭാഗത്ത് ഇഫ് ക്ലോസ് തന്നിട്ടുണ്ട്, ഫിൽ ദ റിമൈനിങ് പാർട്ട് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരികയാണ് എങ്കിൽ എന്താണ് ആദ്യം ശ്രദ്ധിക്കാൻ പോകുന്നത്? ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇഫ് ക്ലോസ് ഏത് ടെൻസിലാണ് തന്നിരിക്കുന്നത്, അല്ലെ? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് മെയിൻ ക്ലോസ് എങ്ങനെയൊക്കെ വരാം? ഒന്നെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരാം, അല്ലെ ഫ്യൂച്ചറിൽ വരാം, സിമ്പിൾ ഫ്യൂച്ചറിൽ വരാം. ഓക്കെ, എല്ലായ്പ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെ എഴുതാം. മനസ്സിലായല്ലോ? ഇഫ് യു ഡോണ്ട് എക്സസൈസ് യു ഗെയിൻ വെയിറ്റ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ ആണല്ലോ? മുന്നോട്ട് പോട്ടെ, അടുത്ത കേസിലേക്ക് പോവാം. ഫസ്റ്റ് കേസ്, ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസസ്. ഫസ്റ്റ് കണ്ടീഷണൽ സെന്റൻസ് ആർ ദോസ് സെന്റൻസസ് ദാറ്റ് എക്സ്പ്രസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ എൻഡ് റിസൾട്ട് വുഡ് ബി ദ വൺ മോസ്റ്റ് ലൈക്ലി ഹാപ്പൻ. അതായത് ഇഫ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് മോസ്റ്റ് ലൈക്ലി ഈ റിസൾട്ട് ആയിരിക്കും വരുന്നത് എന്നുണ്ടെങ്കിൽ, എല്ലായ്പ്പോഴും ഇതായിരിക്കണമെന്നില്ല, പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ള ഇതാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇഫ് ക്ലോസ് ഇൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ക്ലോസ് ഇൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഈ കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണോ? നമുക്ക് എക്സസൈസ് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇഫ് യു ടോക്ക് ടു സംവൺ അബൌട്ട് ഹൗ യു ഫീൽ, യു വിൽ ഫീൽ ബെറ്റർ. ഇഫ് യു ആർ ഫോക്കസ്ഡ്, യു വിൽ അച്ചീവ് യുവർ ഗോൾ. ഓക്കെ, അത് അതിൽ ഇഫ് യു ആർ ഫോക്കസ്ഡ് ഇത് ആണ് എങ്കിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യമാണ് യു വിൽ അച്ചീവ് യുവർ ഗോൾ, അല്ലേ? എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല. ദാറ്റ്സ് നോട്ട് എ ജനറൽ ഓർ എ സയൻറ്റിഫിക് ട്രൂത്ത്. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇഫ് യു ടേക്ക് സം മെഡിസിൻസ് യു വിൽ ഫീൽ ബെറ്റർ. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഒരു ഇഫ് ക്ലോസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക, എന്നിട്ട് ബാക്കി മെയിൻ ക്ലോസ് എന്താണെന്നുള്ളത് എഴുതുക എന്നുള്ളതായിരിക്കാം നമ്മുടെ ക്വസ്റ്റ്യൻ. പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്, ഇഫ് ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ ഇഫ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ മെയിൻ ക്ലോസിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം സാധ്യതയുള്ളതാണ് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയുക, ദിസ് മെയിൻ ക്ലോസ്. ക്ലിയർ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്തതിലേക്ക് പോവാം. Fine. Second conditional sentence are sentences in which hypothetical situations or unrealistic past tense ilana if clause varunnathengil simple past tense is used in if clause. Okay, use modal auxiliary like might, would, could, should along with a main verb in independent clause. Okay, example nokam. If I had a teleporting device, if I had a teleporting device, I would travel around the world in a jiffy. Okay, ഇവിടെ I had a teleporting device എന്ന് പറയുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. അത് പെർഫെക്റ്റിലേക്ക് പോയിട്ടില്ല, ഐ ഹാഡ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലേ? അതേതാണ്? പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അത്തരം ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് ഹാഡ് കണ്ടല്ലോ, അവിടെ ഇപ്പുറത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള ഉത്തരം എഴുതണമല്ലോ എന്ന് കരുതി തെറ്റിദ്ധരിച്ചു പോകരുത്. അത്
സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യത്തേത്. ഇഫ് ഐ ഹാഡ് എ ടെലിപോർട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്നിടത്ത് സിമ്പിൾ പാസ്റ്റേ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ. സോ ഐ വുഡ് ട്രാവൽ അറൗണ്ട് ദ വേൾഡ് എന്ന ഉത്തരമാണ് അതിന് ആവശ്യമുള്ളൂ. ക്ലിയർ ആയോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? എല്ലാവർക്കും ഈ പോയിന്റ് കിട്ടിയല്ലോ? ഫൈൻ അല്ലേ? ഓക്കെ. ഇഫ് ഐ വൺ ദ ലോട്ടറി ഐ വുഡ് ബൈ all the famous supercars. Okay, clear? Moving to the next. Third conditional sentences express alternate circumstances in the present. Third like varumbol alternate circumstances. This is impossible case. Okay, alternate appo oru past aaya karyamana ingane aayirunengil enna reethiyil parayukayana. Okay, like model auxiliaries would, should, could, etc. plus have plus past participle in the independent clause. Example നോക്കാം. If I had been there, I would have surely helped you. കിട്ടിയോ? ഇവിടെ I had been there. ഏതാണ്? had been there ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. So if clause in past perfect tense. Okay, അങ്ങനെ വരുമ്പോൾ മെയിൻ ക്ലോസ് എങ്ങനെ വരും? I would have surely helped you. Clear? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എക്സാമ്പിളിൽ ഐ ഹാഡ് എ ടെലിപോർട്ടിംഗ് ഡിവൈസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്ത് അവിടെ തെറ്റിപ്പോകരുത്, അവിടെ സിമ്പിൾ പാസ്റ്റേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നത് മനസ്സിലാക്കണം. ഓക്കെ, ഹാഡ് പ്ലസ് B3 ഉണ്ടോ എന്ന് നോക്കണം. ക്ലിയർ അല്ലേ? ഇവിടെ വരുമ്പോൾ ഹാഡ് പ്ലസ് B3 ഉണ്ട്. ഹാഡ് ബീൻ ദെയർ എന്ന് വന്നിരിക്കുന്നു. ഹാഡ് ബീൻ വിത്ത് മീ, ഹാഡ് ടേക്കൺ ഹിം ടു ഹോസ്പിറ്റൽ. ഇഫ് ദേ ഹാഡ് ടേക്കൺ ഹിം ടു ഹോസ്പിറ്റൽ സൂണർ ഹി വുഡ് നോട്ട് ഹാവ് ഡൈഡ്. ക്ലിയർ? ഓക്കെ അല്ലേ? അപ്പോൾ 1 മാർക്ക് ഷുവറായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു പോർഷനാണിത്. മിനിമം 1 മാർക്ക്, 1 to 2 മാർക്സ്. ഓക്കെ, അത് ക്ലിയർ ആണ് എന്ന് ഞാൻ കരുതുന്നു. അടുത്തതിലേക്ക് പോകാം. എഡിറ്റിംഗ്. അപ്പോൾ ഇത് തീർച്ചയായും നമുക്ക് ഉണ്ടാകാറുണ്ട്. 2 to 4 മാർക്സ്, മിനിമം 2 ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി 4 മാർക്സ്. 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങളാണ് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റ് തീർച്ചയായും എഡിറ്റിങ്ങിൽ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ആദ്യത്തെ നോക്കാം. ഐ ഷാൽ വർക്ക് ഫോർ എ ഇന്ത്യ ഇൻ വിച്ച് ദ പോറസ്റ്റ് ഷാൽ ഫീൽ ദാറ്റ് ഇറ്റ് വാസ് ദെയർ കൺട്രി ഇൻ ഹൂസ് മേക്കിംഗ് ദേ ഹാസ് ആൻ ഇഫക്റ്റീവ് വോയിസ്. ആർക്കാണ് ഇതിലെ മിസ്റ്റേക്സ് കണ്ടെത്താൻ പറ്റുന്നത്? ഒന്നാമത്തെ സെൻറ്റൻസ് ഒന്നാമത്തെ നോക്കിയിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് മിസ്റ്റേക്ക് എന്ന് ആരാ പറയുക? യെസ്, പറഞ്ഞോളൂ. ആഗ്നൽ, പ്ലീസ് അൺമ്യൂട്ട് യുവർ മൈക്ക്. നമുക്ക് നോക്കാം, കേട്ടു നോക്കാം ആഗ്നലിൻ്റെ ആൻസർ. ഏതൊക്കെയാണ് മിസ്റ്റേക്സ്? പറഞ്ഞോളൂ. ലൗഡർ. കേൾക്കാം, പറഞ്ഞോളൂ മോനെ. ഒന്നാമത് ഐ ഷാൽ വർക്ക് ഫോർ എ ഇന്ത്യ എന്ന് പറയുന്നതിൽ ഏതൊക്കെയാണ് മിസ്റ്റേക്സ്? കിട്ടുന്നില്ല. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയൂ, കേട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. എനിത്തിങ് എൽസ്? ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും മിസ്റ്റേക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? അവിനാഷ് പറഞ്ഞോളൂ. എക്സാക്ട്ലി, വെരി ഗുഡ്, ദാറ്റ്സ് റൈറ്റ്. ഇന്ത്യയിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? പകരം എന്താണ് ഉപയോഗിക്കേണ്ടത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ്? ആൻ ഇന്ത്യ. യെസ്, ഒന്ന് ആൻ ഇന്ത്യ. ഐ ഷാൽ വർക്ക് ഫോർ ആൻ ഇന്ത്യ എന്നതാണ് ശരിയായ യൂസേജ് അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഏത് മിസ്റ്റേക്കാണ് നമുക്ക് ആദ്യം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, ആൻറ്റിസിപ്പേറ്റ്? ഇത് നമുക്ക് ഈ എഡിറ്റിങ്ങിൽ നമുക്ക് എളുപ്പം എത്താൻ പറ്റുന്നത് മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? ഏതൊക്കെയായിരിക്കാം നമുക്ക് മിസ്റ്റേക്ക് വരാനുള്ള ഭാഗങ്ങൾ നമ്മൾ മനസ്സിൽ ഒന്ന് കരുതി വെച്ചിരുന്നാൽ പെട്ടെന്ന് എഡിറ്റിങ് അല്ലെ 4 മാർക്ക് നമ്മുടെ കയ്യിലേക്ക് പോരും. അപ്പോൾ ഒന്ന് നോക്കുക, എവിടെയെങ്കിലും ഈ ആർട്ടിക്കിളിൻ്റെ യൂസേജിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലേ? ആർട്ടിക്കിളിൻ്റെ യൂസേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സൗണ്ടാണ്. ഏതാണ്? വോവൽ സൗണ്ട്സ്. വോവൽ സൗണ്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ ആൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇവിടെ ആൻ ഇന്ത്യ, ഈ
ഇന്ത്യ ഇന്ത്യ. ഇത് നോട്ട് എ ലെറ്റർ. ഐ എന്ന ലെറ്റർ വരുന്നതുകൊണ്ട് മാത്രമല്ല, അവിടെ വോവൽ സൗണ്ട് എന്ന ഇന്ത്യ ഇ എന്ന സൗണ്ട് വരുന്നതുകൊണ്ട് കൂടിയാണ് അല്ലേ ആൻ ഇന്ത്യ എന്ന് ഉപയോഗിക്കണം. പിന്നെ അടുത്തത് യെസ് പറഞ്ഞോളൂ. വേറെ ഏതെങ്കിലും മിസ്റ്റേക്ക് കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. That it is their country. Fine. Anything else? In whose making they have. Very good. Yes, that's it. Have. അതാണ് ഹാവ് എന്ന് ഉപയോഗിക്കേണ്ടതുണ്ടല്ലേ. ദാറ്റ് ഇസ് ഏതാണ് ആ മിസ്റ്റേക്ക്? ഏതാണ് അവിടെ വന്നിരിക്കുന്നത്? ഹാസ്. അതാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അവിടുത്തെ മിസ്റ്റേക്ക് അല്ലേ. ദാറ്റ് ഇസ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. അപ്പോൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലെ ഇവിടെയും നമുക്ക് ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. എഡിറ്റിംഗിൽ എവിടെയെങ്കിലും സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് തെറ്റി തന്നിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിലാക്കി വെക്കുക, ഓർത്തിരിക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ശ്രമിച്ചു നോക്കാം. ആരാണ് ഉത്തരം പറയുക? പറഞ്ഞോളൂ കാതറിൻ. യാ. Okay, every youth every wants to be unique. That's you. Okay, fine. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോയാലോ? എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ ഏതൊക്കെ മിസ്റ്റേക്സാണ് വന്നിരിക്കുന്നത്? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാവോ കാത്രീൻ? ഏതൊക്കെ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്തതെന്നൊന്ന് പറയാവോ? ഓക്കെ, അത് എന്ത് മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നതെന്ന് പറയാവോ? എന്തിലുള്ള മിസ്റ്റേക്കാ? പ്രിപ്പോസിഷൻ അല്ലേ. അപ്പോൾ അടുത്ത നമുക്ക് ആൻസിപ്പേറ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പ്രിപ്പോസിഷനിൽ മിസ്റ്റേക്സ് വരാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തിരിക്കുക എല്ലാവരും കേട്ടോ. അപ്പോൾ പ്രിപ്പോസിഷൻസ് ഉണ്ടെങ്കിൽ അതിൽ മാറിപ്പോയിട്ടുണ്ടോ തെറ്റുപറ്റിയിട്ടുണ്ടോ എന്നത് ശ്രദ്ധിക്കുക. മിക്കവാറും പ്രിപ്പോസിഷനിലെ മിസ്റ്റേക്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ടതാണ്, അത് ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് yes, again in a decade's time. Fine, good. Then every youth wants. Yes, that's correct. Every youth wants എന്ന് പറയണം. അതെന്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്? അതാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അല്ലേ. എവറി യൂത്ത് വാണ്ട്സ് എന്നാണ് അത് വരേണ്ടത്. ശരിയല്ലേ? എല്ലാവർക്കും പിടികിട്ടിയല്ലോ? കിട്ടാത്തവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അതിനെക്കുറിച്ച് ഞാൻ ഒന്നുകൂടെ പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമത്തേലേക്ക് നമുക്ക് കിടക്കാം. എല്ലാവർക്കും ക്ലിയർ അല്ലേ? മൂന്നാമത്തേലേക്ക് പോവാം. ആരാണ് മൂന്നാമത്തേന് പറയുന്നത്, അറ്റംപ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ആഗ്നൻ അറ്റംപ്റ്റ് ചെയ്തോളൂ. പറഞ്ഞോളൂ. തേർഡ് വൺ യെസ്. പെട്ടെന്ന് അതിനു മുമ്പ് ഏതെങ്കിലും ഉണ്ടോ? അതിനു മുമ്പ് ഏതെങ്കിലും ഉണ്ടോ? ഓക്കെ, നോ പ്രോബ്ലം. മനസ്സിലാകുന്നില്ല അവിടെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്ന് നോക്കിയാൽ ആദ്യം തന്നെ എല്ലാവരും അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ശ്രമിക്കണം. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ എവിടെയോ തെറ്റ് വന്നിട്ടില്ലേ? ആദ്യം അതൊന്ന് കണ്ടുപിടിച്ചേ. പറഞ്ഞോ. ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ മോനെ, ഏതാ മിസ്റ്റേക്ക് പറഞ്ഞോ. നോ വുമൻ ഈസ് ഇനഫ്. വുമൻ ഈസ് പ്ലൂറൽ. വുമൻ പ്ലൂറൽ അല്ലേ? എന്തിനോ വുമൻസ് എന്നൊക്കെ പറയുന്നത്? വുമൻ എന്ന് പറഞ്ഞാൽ പ്ലൂറൽ അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. അവിടെ മിസ്റ്റേക്ക് എന്താന്ന് പറയൂ. കിട്ടിയില്ലേ? അവിടെ പ്രിസർവ്സിന് ഉപയോഗിച്ചിരിക്കുന്നതാണ്ടോ? അത് തെറ്റല്ലേ? അല്ലേ? ആർക്കൊക്കെ തോന്നുന്നുണ്ട് അത് തെറ്റാന്ന്? അത് തെറ്റാണ്. The woman of Namuana village. എന്താണ് വേണ്ടത്? പറഞ്ഞോളൂ. യെസ്, അത് മതി അല്ലേ? എന്തുകൊണ്ടാ? സബ്ജക്റ്റ് ഏതാണ്? വുമൺ അല്ലേ?
യെസ് എക്സാക്ട്ലി ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ മിസ്റ്റേക്ക് വന്നാൽ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. യാ നെക്സ്റ്റ് സ്ലൈഡ്. യാ ഒന്ന് പ്രീവിയസ് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? സബ്ജക്ട് വെർബ് എഗ്രിമെന്റിലെ മിസ്റ്റേക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. കോൺഫിഡൻ്റ് ആണോ? ഫൈൻ. ഇനി അടുത്ത മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞോ ആലിയ. നിങ്ങൾ കണ്ടുപിടിക്കണം ഇനിയുള്ള മിസ്റ്റേക്സ്. പറഞ്ഞോ പെട്ടെന്ന്. ഇഫ് യു വിസിറ്റ് നമോവാന വില്ലേജ്, അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അല്ല, ആദ്യം നമുക്ക് ഇപ്പുറത്ത് നോക്കാം. ഇഫ് യു വിസിറ്റ്സ് നമോവാന വില്ലേജ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? യെസ്, ഗുഡ്. ഇഫ് യു വിസിറ്റ് മതി അല്ലേ. യു സിംഗുലർ ആണെങ്കിലും ഒരു സ്പെഷ്യൽ കേസാണ്. ഐയും യുയും സ്പെഷ്യൽ കേസാണ്. അതിൻ്റെ കൂടെ ബേസ് ഫോം ഓഫ് വെർബ് ഉപയോഗിക്കുകയുള്ളൂ സിമ്പിൾ പ്രസൻസിലൊക്കെ. ഓക്കെ, ഇഫ് യു വിസിറ്റ് മതി അല്ലേ. ഇഫ് യു വിസിറ്റ്സ് വേണ്ട. നമോവാന വില്ലേജ്. ഇൻ സി എന്ന് പറയുന്നിടത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? നോ. ആ സിയുടെ സ്പെല്ലിങ് നോക്കിക്കേ. എന്ത് സിയാ അത്? SCA അല്ലേ? നോ 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 വില്ലേജ്. ഇന്നാണ് മാറ്റേണ്ടത്. ഇന്നിലാണ് പ്രശ്നം. അല്ല, ടു സി എന്ന് പറഞ്ഞാൽ എന്താ? കാണുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതല്ലല്ലോ, കടലല്ലേ. നമോവാന വില്ലേജ് ഇൻ സി എന്ന് പറയുമോ അതോ വേറെന്താ? പ്രിപ്പോസിഷനിലാണ് മിസ്റ്റേക്ക്, ഇന്നിലാണ് മിസ്റ്റേക്ക്. കടലിൻ്റെ ഉള്ളിലാണോ? അല്ലല്ലോ. ഇൻ വരുമ്പോൾ ഉള്ളിൽ എന്ന അർത്ഥത്തിലല്ലേ. ഇൻ സി അല്ലല്ലോ. പിന്നെയോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ ശരിയാക്കാം. അത് സിമ്പിളാണ്. ഇതാ ആൻസർ നോക്കി. കിട്ടിയോ? ബൈ സി ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടിയല്ലോ. സോ 4 മാർക്കിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ട് 4 മാർക്ക് നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പോൾ A+ ഉറപ്പിക്കാനായിട്ട് നമുക്ക് മസ്റ്റായിട്ടും എഡിറ്റിംഗ് കിട്ടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് എഡിറ്റിങ്ങിൽ തെറ്റ് വരുത്തരുത്. സിമ്പിളാണ്. ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എവിടെയൊക്കെയാണ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലേ. ആദ്യം തന്നെ നോക്കുക, ഏതെങ്കിലും ആർട്ടിക്കിൾസ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ? ഇല്ല എങ്കിൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് മിസ്റ്റേക്ക് തീർച്ചയായും ഉണ്ടാകേണ്ടതാണ്. എഡിറ്റിംഗ് നമുക്ക് വരുന്ന പാസേജിൽ മിക്കവാറും ഒന്നോ മിനിമം ഒരെണ്ണമെങ്കിലും സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് മിസ്റ്റേക്ക് ആയിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രിപ്പോസിഷൻ മിസ്റ്റേക്സ് ഉണ്ടാവും എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് അത്തരം മിസ്റ്റേക്സ് ആണ് വരുന്നത്. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ ദിസ് അപ്പോസ്ട്രഫി യൂസ് ചെയ്യുന്നതിൽ അങ്ങനെ പങ്ക്ച്വേഷൻ എറേഴ്സോ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതും അങ്ങനെ കോമൺ ആയിട്ട് കിട്ടാറില്ല. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് കിട്ടുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് അടുത്തതിലേക്ക് ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ആരാണ് ഇതിന് ആൻസർ നൽകാൻ തയ്യാറായിട്ടുള്ളത്? ഓക്കെ, 1 മിനിറ്റ്. യെസ്, കാത്തറിനാണ് ഒരു മെസ്സേജ് ഇട്ടിരുന്നത്. ഓക്കെ, ബൈ സിക്ക് വരാൻ ടെക്സ്റ്റിൽ ടു സി എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ടു സി ദ ടർട്ടിൽ S2SWE. Yes. Okay. That's fine. Here by sea is okay. If you near the sea, no, by sea, no, you see namku. That's also possible. Okay. Okay, clear? മുന്നോട്ട് പോവാം. അടുത്തത് നോക്കിയാലോ? ഓക്കെ, ഫൈൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ്. ഇത് ആരാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ആദ്യത്തെ സെന്റൻസ് മാത്രം നമുക്ക് നോക്കാം. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ആദർശ്, ഫസ്റ്റ് സെന്റൻസ് മാത്രം നോക്കൂ.
ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ. Did you ever? യാ, ഡിഡ് യു എവർ ഇൻ യുവർ ലൈഫ് സീ സച്ച് ആൻ അബ്സേർഡ്ലി കോമിക് ക്രീച്ചർ? ഗുഡ്. അടുത്ത ആരാ പറയുന്നത്? അടുത്ത സെൻറ്റൻസ് എ സ്മാർട്ട്ലി ഡ്രസ് വുമൺ. ഇന്ന് തുടങ്ങുന്ന സെൻറ്റൻസ് ആരാ ഉത്തരം പറയുക? അടുത്ത മിസ്റ്റേക്ക് എവിടെയാണ്? ആ When I said the smartly dressed woman was about to say. എബോ Was about to say. From Liverpool. woman first class passenger on the Rana Ganji was about to sail. Then Made this remark. yeah, made this remark. Good. Yeah, I will your voice. Good, very good. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ വേറെ ഏതെങ്കിലും മിസ്റ്റേക്ക്? യാ, പറഞ്ഞോളൂ. യാ, പറഞ്ഞോളൂ. യെസ്, ഓൺ ദ ലൈനേഴ്സ് അപ്പർ ഡെക്ക്. ഓൺ ദ ലൈനേഴ്സ് അപ്പർ ഡെക്ക്. ശരിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്യാൻ വി മൂവ് ഓൺ? Yeah, report this narration in trip to Lahaula in your own words. അപ്പോൾ ഇത് ഒന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൻ്റെ അറ്റ് 5 o'clock ഷാർപ്പ് ഐ എൻറ്റേർഡ് ദ ഗ്യാസ് വർക്ക്സ് ഓഫ് ലേ വിറ്റേ. ആ ഒരു സെൻറ്റൻസ് മാത്രം ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞോളൂ. ആരെങ്കിലും റെഡിയാണ്, കോൺഫിഡൻ്റ് ആണെങ്കിൽ പറഞ്ഞോളൂ. ആദ്യത്തെ ഒരു സെൻറ്റൻസ് മാത്രം എങ്ങനെ മാറ്റാൻ പറ്റും? യെസ്, ഹൂ ഇസ് ദാറ്റ്? ആദർശ് പറഞ്ഞോളൂ. ഓക്കെ, ഫൈൻ. ഓദറിൻ്റെ രീതിയിൽ പറഞ്ഞോളൂ. അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം, കുഴപ്പമില്ല. ഹീന്നോ ഓദറിനോ എങ്ങനെ വേണമെങ്കിലും പറയാം. നമ്മുടെ ഉത്തരത്തിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. He reached at sharp 5 o'clock and entered the gas works at La Vitate. The balloon was lying in the courtyard and had the appearance of a cake made of yellow cloth, flat on the ground under a rope. 200 or 300 people were looking at it, sitting or standing, and some were examining the basket, which was a little square basket for a human cargo, bearing on its side in golden letters on a mahogany plate the words Lahaula. Okay, so നമ്മളിത് ഒരു റിപ്പോർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കണം. ഓക്കെ, ക്ലിയർ? ഇവിടെ നമുക്ക് ദ ബലൂൺ ഈസ് ലൈയിങ് ഇൻ ദ കോർട്ട്യാർഡ് ആൻഡ് ഹാസ് ദ അപ്പിയറൻസ് ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? ദ ബലൂൺ വാസ് ലൈയിങ് ഇൻ ദ കോർട്ട്യാർഡ് ആൻഡ് ഹാഡ് ദ അപ്പിയറൻസ് ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്. ആ ഡിഫറൻസ് കിട്ടിയല്ലോ. യു ആർ റിപ്പോർട്ടിങ് ഇറ്റ്, യു ആർ റൈറ്റിംഗ് ഇറ്റ് ആസ് എ റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് വേണം എഴുതാൻ. ഓക്കെ, is that clear? Any doubt about this? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നമുക്ക് ഇനി കൺവേർഷൻ ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ കരുതുന്നു, അല്ലേ? എല്ലാവരും ഒന്ന് കൈ ഒന്ന് വേവ് ചെയ്തേ. എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് വേവ് ചെയ്തേ. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം
ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇത് ഓർമ്മയിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് കോൺവെർസേഷൻ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. He said, I do not know where to go. He said that he did not know where to go. അപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് ക്ലിയർ ആണോ? അതിനെക്കുറിച്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണോ ബ്രീഫ്ലി? ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? അത് എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ ഇതിനെക്കുറിച്ച്? പ്ലീസ് ഒന്ന് മെസ്സേജ് ചെയ്തോളൂ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച്. ഈ നോ, ക്ലിയർ ആണ് അല്ലേ? റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ്, ഇവിടെ ഏതാണ് റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിച്ചിരിക്കുന്ന ഒന്നാമത്തെ എക്സാമ്പിളിൽ? ആരാ അതിനൊന്ന് പറയുന്നത്, ഉത്തരം പറയുന്നത്? ഹീ സെഡ് ഐ ഡു നോട്ട് നോ വെയർ ടു ഗോ. ഈ സെൻറ്റൻസിൽ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണ്? ആരാ ഉത്തരം പറയുക? യെസ്, പറഞ്ഞോളൂ. പറഞ്ഞോ. അൺമ്യൂട്ട് യുവർ മൈക്ക് ജസ്റ്റ്. സെഡ് ആണ് അല്ലേ? യെസ്, കറക്റ്റ്. സെഡ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. സോ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം പാസ്റ്റിലേക്ക് പോകും. അതാണ് അതിൻ്റെ റൂൾ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ കരുതുന്നു. മനസ്സിലായല്ലോ? ഹീ സെഡ് എന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് കഴിഞ്ഞുപോയ കാര്യമാണ്. സോ റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം പാസ്റ്റിലായിരിക്കും. ഹീ സെഡ് ദാറ്റ് ഹീ ഡിഡ് നോട്ട് നോ വെയർ ടു ഗോ. അവിടെ ഐ എന്നുള്ളത് റിപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഹീ എന്നായി മാറുന്നു. ആൻഡ് ഡു നോട്ട് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലേക്ക് പോകുന്നു. ഡിഡ് നോട്ട് നോ വെയർ ടു ഗോ. ക്ലിയർ അല്ലേ? കൂടുതൽ ഫർദർ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലോ അതിൽ? ഓക്കെ, മൂവിങ്. ഇനി റിപ്പോർട്ടിംഗ് എ ക്വസ്റ്റ്യൻ. റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. റിപ്പോർട്ടിംഗ് വെർബ് ഇസ് ചേഞ്ച്ഡ് ആസ്ക്, ഇൻക്വയർ ഓർ വണ്ടർ അല്ലേ? ആസ്ക് നോ, ഇൻക്വയർഡ്. അക്കോർഡിംഗ് ടു ദ സെൻറ്റൻസ് യു ഹാവ് ടു യൂസ് ആസ്ക് എന്നോ എൻക്വയർഡ് എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് വെർബ്. സെഡ് എന്നുള്ളത് മാറ്റി ആസ്ക് എന്നോ ഇൻക്വയർഡ് എന്നോ നമ്മൾ യൂസ് ചെയ്യണം. ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് റിമൂവ്ഡ് അല്ലേ? ക്വസ്റ്റ്യൻ മാർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? റിപ്പോർട്ട് ചെയ്യുന്നതെല്ലാം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ്, ഓക്കെ, അസേർട്ടീവ് ആയിട്ടാണ്, സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? കമാൻഡ് ആണെങ്കിലും എക്സ്ക്ലമേഷൻ ആണെങ്കിലും ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മളതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയായിട്ട് റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ അല്ലേ? ക്ലിയർ അല്ലേ? പറയുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? Then the third rule, if the sentence begins with the who words, WH words, who such as where, how, who, അങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിച്ചാണെങ്കിൽ there is no need of any other conjunction. ആ വേർഡ് മതി, വേറെ കൺജങ്ഷൻ ഒന്നും ആഡ് ചെയ്യേണ്ട. ദാറ്റ് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കേസിൽ ദാറ്റ് ഉപയോഗിക്കുന്ന പോലെ വേറെ കൺജങ്ഷൻസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം ഒരു ഹെൽപ്പിംഗ് വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇഫ് or whether ഉപയോഗിക്കുന്നുണ്ട്. If the sentence begins with helping verbs such as do, did, have, etc., the conjunction if or whether is used. Okay, എല്ലാവർക്കും അറിയാമല്ലോ? Yeah, he said to him, do you live in Chandigarh? He asked him if he lived in Chandigarh. Okay അല്ലേ? അവിടെ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. do you live എന്ന് ചോദിച്ചിരുന്നത് he lived in Chandigarh. If he lived in Chandigarh, he said to her, are you going to school? Asked if she was going എന്നാക്കി. are you going to school എന്നത് if she was നാക്കി അല്ലേ? വെർബ് സബ്ജക്റ്റിന് ശേഷമാണോ ഉപയോഗിക്കുക അല്ലേ? റിപ്പോർട്ട് ചെയ്യുന്നിടത്ത് അറിയാവുന്ന കാര്യങ്ങളല്ലേ? എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ ഒന്നുകൂടെ? ഇല്ലല്ലോ, നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഓക്കെ, ടു ചേഞ്ച് ആൻഡ് ഇമ്പറേറ്റീവ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇമ്പറേറ്റീവ്സിൽ നമ്മളത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. Commands this reporting verb will be told, ordered or commanded എന്നത് ഉപയോഗിക്കും. An infinitive form of verb is to infinitive form of verb instead of the imperative form. Okay, for example, open the door. Okay, അതെങ്ങനെയാണ് റിപ്പോർട്ട്? he told me to open the door, that's all. Okay, exclamatory ആണെങ്കിൽ oh no I am late, he exclaimed with grief that he was late. Okay അല്ലേ? Fine. Now, നമുക്ക് ലിറ്ററേച്ചർ പാർട്ടിലേക്ക് കിടക്കാം. സോറി, അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററിലെ പഠിച്ചിരിക്കുന്നതാണ് ഈ ഭാഗങ്ങളൊക്കെ എന്ന് ഓർക്കുന്നുണ്ടോ? ഏത് ചാപ്റ്ററിലാണിത്? ആരാ പറയുന്നത്? ഏത് ചാപ്റ്ററാണിത്? യെസ്, ആലിയ.
ദ quest for theory of everything. ആരുടെയാണ്? സ്റ്റീവൻ ഹോക്കിങ്സ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം ആലിയ. വെരി ഗുഡ്. ബട്ട് ദേ ബിലീവ്ഡ് ഇൻ ദ വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ. Yeah, very good. So they planned. But Stephen was ill. But is okay. One more option from the text. It's not given as but. Unfortunately, is the word given in the text. Unfortunately, or but is okay. And the last one. Therefore, he attended the. എല്ലാവർക്കും അത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. മുന്നോട്ട് പോവാം. നെക്സ്റ്റ്. അടുത്തത് 3 instructions. Prepare 3 instructions on mobile phone. This is also a previous year question. ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. Prepare 3 instructions on mobile phone usage. Don't reveal your password to anyone. Okay. Then other 3 instructions, it's not a tough thing. I hope you all are familiar with. Next, നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. Don't use mobile phone while driving. You should be careful in storing personal data in phones. You shouldn't waste time in chatting in mobile phones. Okay. എല്ലാവർക്കും ക്ലാരിറ്റി വന്ന് എന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത്, ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി ഇൻ യുവർ ഏരിയ. യു ആർ വറീഡ് അബൌട്ട് ദ സേഫ്റ്റി ഓഫ് യുവർ. ഗിവ് 3 instructions. അഗെയിൻ ഇൻസ്ട്രക്ഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. സോ ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ്. ഇറ്റ്സ് ബെറ്റർ ടു. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇറ്റ്സ് ബെറ്റർ ടു എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുക? ദിസ് ഇൻസ്ട്രക്ഷൻസ് ആരാ പറയുക? യെസ്, പറഞ്ഞോളൂ. സ്റ്റേ. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റേ അറ്റ് ഹോം അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, ഫൈൻ. ദിസ് ആൻസേഴ്സ് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വരുന്നു. ഇനി ഈ ചോദ്യം, ബിഗിൻ വിത്ത് ഇറ്റ്. ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് സംഭവം എന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ആരാണ് ഇതിന് ഉത്തരം പറയുന്നത്? ബിഗിൻ വിത്ത് ഇറ്റ്. സംബഡി ഈസ് റേസിംഗ് യുവർ ഹാൻഡ്. ഹു ഇസ് ദാറ്റ്? ആദർശ് പറഞ്ഞോളൂ. ആദർശ്. ഓക്കെ. അല്ല ഇറ്റ് ഫോക്സ് ഇറ്റ് അല്ല. അടുത്ത ആരെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്തോളൂ. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അല്ല ഇറ്റ് വാസ് അല്ല. ഗുഡ്. ഇറ്റ് ഒന്നുകൂടെ പറഞ്ഞേ. ഇറ്റ് ഹാവ് ആണോ? ഇറ്റ് ഹാഡിലേക്ക് പോണോ? ഇറ്റിൻ്റെ കൂടെ ഹാവ് വേണോ? അതേ ഉള്ളൂ ചോദ്യം. അതെ, ഇറ്റിൻ്റെ കൂടെ ഹാസ് അല്ലേ? ഇറ്റിൻ്റെ കൂടെ ഹാവ് ആണോ? ഓക്കെ, ഗുഡ്. ഇറ്റിൻ്റെ കൂടെ ഹാസ് മതി കേട്ടോ. ഇവിടെ ഫോക്സ് പ്ലൂറൽ ആയതുകൊണ്ടാണ് ഹാവ് ഉപയോഗിച്ചത്. ഇറ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് സിംഗുലർ ആയി പോവില്ലേ? അപ്പം പിന്നെ ഹാസ് പോരെ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? എന്താ സംഭവം? എന്താ ബിഗിൻ വിത്ത് ഇറ്റ് എന്ന ചോദ്യം എന്താ ഉദ്ദേശിക്കുന്നത്? എന്ത് ചെയ്യാനാ? പറഞ്ഞേ ആരാ പറയുന്നത്? ഇത് എന്ത് ചെയ്യാനാ ശരിക്കും? പറഞ്ഞോ അക്സ. എന്താ അർത്ഥമാക്കുന്നത്? എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഗ്രാമാറ്റിക്കലി പറയുമ്പോൾ എന്താണ്? ഗ്രാമർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമാറ്റിക്കലി എന്താണത്? Okay, you are telling the thing in the right way, but what is the technical thing in grammar? അതിന് ഗ്രാമറിൽ എന്താ പറയുന്നത്? പാസീവ് ആക്കുക അല്ലേ? ചേഞ്ച് ദ വോയിസ് എന്ന് പറയും. ശരിയല്ലേ? അതാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത്. ശരിയല്ലേ? ദിസ് ഇസ് ടു ചേഞ്ച് ദ വോയിസ്. ദ ക്വസ്റ്റ്യൻ ഇസ് ടു ചേഞ്ച് ദ വോയിസ്. ഓക്കെ, വോയിസ് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ആക്കുമ്പോൾ അർത്ഥം മാറില്ല,
ടെൻസ് മാറില്ല, ഒന്നും മാറില്ല, ഒരു കാര്യം മാത്രമേ മാറുള്ളൂ. എന്താണ്? സബ്ജക്റ്റ്. സബ്ജക്റ്റ് പാസീവായി മാറും എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആ ആക്ഷൻ്റെ റിസൾട്ട് അനുഭവിക്കുന്ന ആളായി മാറും. ഇവിടെ ഫോക്സ് ഹാവ് ഹിഡൻ ഇറ്റ് ഫ്രം അസ് അൺടിൽ ദെൻ എന്ന് പറയുമ്പോൾ ആ ഫോക്സ് ആണ് അവിടെ പ്രവൃത്തി ചെയ്യുന്നത് അല്ലേ. ഫോക്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ആക്ഷൻ. ഹാവ് ഹിഡൻ എന്ന ഫോം ഉപയോഗിക്കുമ്പോൾ ഫോക്സ് ആണ് ആ ആക്ഷന് റെസ്പോൺസിബിൾ ആകുന്നത്. അതിന് ഇറ്റിൽ നിന്ന് ആരംഭിക്കുമ്പോൾ എന്ത് പറ്റും? ആ ഇറ്റ് എന്ന് പറയുന്നത് ആ സബ്ജക്റ്റായി മാറുമ്പോൾ ഇറ്റ് ഈസ് എ പാസീവ് സബ്ജക്റ്റ്, ഇറ്റ് ഇസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദ ആക്ഷൻ അല്ലേ. ഇറ്റ് ആൻസർ നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് ബീൻ ഹിഡൻ ഫ്രം അസ് ബൈ ദ ഫോഗ് അൺടിൽ ദെൻ. ക്ലിയർ ആയോ? എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഏതായാലും ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോവാം. ഒരു മാർക്കിന് ഏതോ ഒരു വർഷം ചോദിച്ചിരുന്നു എന്നേ ഉള്ളൂ. എല്ലാ വർഷങ്ങളിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നില്ല. ബട്ട് നമുക്കിത് എക്സ്പെക്ട് ചെയ്യാം, നമുക്കൊരു മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, സോ ആക്റ്റീവ് ടു പാസീവ്, ആക്റ്റീവ് ഫോം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോഴുള്ള ഡിഫറൻസ് ഇതാണ്. വെർബിൽ മാറ്റം വരുന്നത് ഇങ്ങനെയാണ് അല്ലേ. ഗീവ്സ് എന്നാണ് വരുന്നതെങ്കിൽ ഒന്നെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, അതും അല്ലെങ്കിൽ ഈസ് ഗിവൺ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സബ്ജക്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് സിംഗുലറായി പോവുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോം ഓഫ് വെർബ്, ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. ഓക്കെ, ദെൻ ഗേവ് എന്നുള്ളത് എങ്ങനെയായി മാറും? വാസ് ഓർ വെയർ പ്ലസ് ഗിവൺ ആയി മാറും. അപ്പോൾ പാസീവിൽ മെയിൻ വെർബിൻ്റെ തേർഡ് ഫോമാണ് വന്നിരിക്കുന്നത്. എല്ലാം V3 ആണ്, തേർഡ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ആം ആർ ഈസ് ഗിവിങ് എന്നുണ്ടെങ്കിൽ ആം ആർ ഈസ് പ്ലസ് BEING, ബീയിങ് പ്ലസ് ഗിവൺ ആയി മാറും. ഓക്കെ, ഇങ്ങനെ വേണം ആക്റ്റീവ് ടു പാസീവ് കൺവേർഷൻ. അപ്പോൾ അത് അങ്ങനെ ഡയറക്റ്റായിട്ടല്ല ഈ ചോദിച്ചിരിക്കുന്നത് പോലെ, ഈ ചോദ്യത്തിൽ കാണുന്നത് പോലെ ചിലപ്പോൾ ഒബ്ജക്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞ് ചോദ്യം വരാം. ഓക്കെ, ക്ലിയർ? എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ ഇതിൽ കൂടുതലായിട്ട്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് കരുതിയാണ് ഞാനിത് മാത്രം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. Otherwise we cannot finish the literature part. We have a lot to discuss there. Okay, let's move. Next. May I request you to guide me to see the sites here? അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ കാര്യമല്ല. വുഡ് യു എന്ന് ആക്കി മാറ്റാനായിട്ട് പറഞ്ഞു. മേ ഐ റിക്വസ്റ്റ് ഉള്ളതിന് പകരം വുഡ് യുവിൽ ആരംഭിക്കുക എന്നാണ്. ഓക്കെ, അത് എങ്ങനെ ചെയ്യാൻ പറ്റും? ആർക്കെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാമോ? One of you please make an attempt. Yes. Yeah. Okay, പറഞ്ഞോളൂ. Would you please guide me to? Fine. Would you please എന്ന് പറഞ്ഞാൽ ഓക്കെ ആകും. അത് ഓക്കെയാണ്. Fine, good. Would you please എന്ന് വേണം. Okay. Would you please guide me to? That's enough. Okay, good. Fine. That's nice. Next, moving to the next slide. Okay, next. Next slide. 1 minute. Read the passage and answer the questions given below. നമുക്ക് നമ്മുടെ ലിറ്ററേച്ചർ പാർട്ടിലേക്ക് പോവാം. ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായോ? ചിലപ്പോൾ നമ്മുടെ ലിറ്ററേച്ചർ പാർട്ടിലൊരു പാരഗ്രാഫ് തന്നാൽ നിങ്ങൾക്ക് ആദ്യം ഒരു തവണ വായിക്കുമ്പോൾ ഇത് ഏത് ചാപ്റ്റർ ആണെന്ന് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് കിട്ടിയെന്ന് വരില്ല. ഡോണ്ട് വറി, ഒന്നുകൂടെ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ആൻസർ കൂടെ, ക്വസ്റ്റ്യൻസും കൂടെ നോക്കി കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പിടികിട്ടും ഇന്ന ചാപ്റ്ററിലെ ഇന്ന ഭാഗമാണെന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് 1 or 2 തവണ വായിച്ചിട്ട് ക്വസ്റ്റ്യനും കൂടെ വായിച്ചിട്ടേ ആൻസർ, 3 ക്വസ്റ്റ്യനും വായിച്ചിട്ടേ ആൻസർ ചെയ്യാവുള്ളൂ. ഓക്കെ, ഇത് നോക്കാം. ഹീ സ്റ്റെപ്പ് സ്ലോലി ഔട്ട് ടു ദ ബ്രിങ്ക്. ഏത് ചാപ്റ്റർ? വിച്ച് ചാപ്റ്റർ ഈസ് ദിസ്? ആര് പറയും? അഭിജിത്ത് പറഞ്ഞോളൂ. ആദ്യത്തെ ചാപ്റ്റർ അല്ലേ? അപ്പോൾ പല ഇയേഴ്സിലും നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ തന്നെ അതിനൊരു പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഈ യൂണിറ്റുകളിൽ ആനിമൽസിനെ ബേസ് ചെയ്തുള്ളൊരു മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഒരു ചാപ്റ്റർ അത് മാത്രമല്ലേ ഉള്ളൂ. വേറെ ചാപ്റ്ററിലൊന്നും ആനിമൽസ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നില്ല. ബട്ട് ഇത് ഈ ആദ്യത്തെ പാസേജ് പലപ്പോഴും ഈ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. പല വർഷങ്ങളിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ആ ചാപ്റ്ററിൽ അങ്ങനെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഉത്തരം എല്ലാവർക്കും അറിയാം. ഹൂ ഈസ് റെഫർ ടു ഹീ എന്നത് എല്ലാവർക്കും അറിയാം അല്ലേ? ആരാത്?
ആ പറഞ്ഞോ. ഹലോ പറഞ്ഞോളൂ. ആൻസർ ഹൂ ഇസ് റെഫർ ടു ഹി. Yeah, the little seagull, the young seagull is very good. Then second one, what's the meaning of bring? Bring in the artham endana? What's the meaning of the word bring? Yeah, edge. Yes, very good, fine. How did he pretend to be asleep? അതിൻ്റെ ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ആ പാസേജിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. സിമ്പിൾ ആണ് അല്ലേ? ഫൈൻ. Okay, fine, good. Next, he was floating on it and around him his family was screaming. Yes, ഇതിൻ്റെ ആൻസർ ആരാ? Who is he referred to here? ആരാ ഉത്തരം പറയാം? പെട്ടെന്ന് പറഞ്ഞോ, നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്ത് പോവാം. ഫാത്തിമ പറഞ്ഞോ. അൺമ്യൂട്ട് മൈക്ക് പ്ലീസ്. പ്രണവ് അൺമ്യൂട്ട് ദ മൈക്ക്. ആ പറഞ്ഞോ. Yes, the young seagull. Very good, fine. Okay, which words means garbage? ഇവിടെ garbage എന്ന് പറയുന്നത് ഏതാ വാക്കുള്ള? ആരാ ഉത്തരം പറയാ? സിമ്പിൾ വേർഡ് ആണ്. ആ പറഞ്ഞോ. വൈഷ്ണവ്. Scraps, fine, good. How did the young seagull achieve his first flight? അതിന്റെ ഉത്തരം അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ? മാളവിക ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കി, അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയേ. ഇതിന്റെ ഉത്തരം പറഞ്ഞു. ഹൗ ഡിഡ് ദ യങ് സീഗൾ അച്ചീവ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്? അല്ല ആ പാസേജിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. ആ പാസേജ് നോക്കി അതിന്റെ കറക്റ്റ് ആൻസർ പറയൂ. How did the young seagull achieve his first flight? Okay, no problem, fine, good. അടുത്ത മറ്റൊരാൾ കൂടെ അറ്റംപ്റ്റ് ചെയ്യാം. ഒരാളോട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്തേ. How did the young seagull achieve his first flight? എന്നൊരു പെർഫെക്റ്റ് ആൻസർ പറഞ്ഞോ. പറഞ്ഞോ. His family was saving him and their beaks were offering him steaks of starfish. They had ate his first flight. Yeah, fine. നമ്മുടെ പാസേജിൽ നിന്ന് തന്നെ ഈ 3 ഉത്തരവും കിട്ടും അല്ലേ? പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല, പാസേജിൽ തന്നെ ഉണ്ടാവും. മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് ചാപ്റ്റർ ആണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ്, ഇതിൻ്റെ ഫസ്റ്റ് വൺ, ദ വേർഡ് ഇൻ ദ എക്സെപ്റ്റ് ഡാഷ് മീൻസ് സ്റ്റോപ്ഡ്. ആരാ ഉത്തരം പറയുക? വേഗം പറഞ്ഞോ. ആൽബർട്ട് പറഞ്ഞോ ഉത്തരം. Which one? Stopped. It's not clear. Can you repeat the answer once more? No. Any other answers? Yeah, പറഞ്ഞോ. Okay, sorry. That's right. Halted. Yes. Halted ആണ്, കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ halted. Okay, it's halted. Fine. Next, second one. Who will tell the answer? Najia പറഞ്ഞോ. Second one. What was the mother bird trying to do? അതൊരു പക്ഷേ ആ പാസേജിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് വരില്ല അല്ലേ? അതിന് നമുക്ക് പുറത്ത് അന്വേഷിക്കേണ്ടി വരും, ലിറ്ററേച്ചർ പാർട്ടിൽ അന്വേഷിക്കേണ്ടി വരും. വാട്ട് വാസ് എ മദർ ബേർഡ് ട്രൈങ് ടു ഡു? എന്താണ് ഉത്തരം പറയാവോ? വാട്ട് വാസ് എ മദർ ബേർഡ് ട്രൈങ് ടു ഡു? ഡിഡ് ഷീ അച്ചീവ് ഇൻ ഹെർ അറ്റംപ്റ്റ്? എക്സ്പ്ലെയിൻ യുവർ ആൻസർ ഇൻ 3 or 4 sentences. പറയാമോ? ഭരദ്വാജ് പറഞ്ഞോ. She was trying to make the young seagull to have attempted his first flight. Yeah, very good. That's simple only. She was trying to help her son, isn't it, to make his first flight? Yes, fine, good. Did she achieve his in her attempt? And the unmute please. Yeah, did she achieve? She did achieve her goal. She did, yes. Yeah, you can say it, but if you say yes, you have to elaborate it. Okay, explain your answer. She achieved her attempt. She made her son to have his first flight to start
നോട്ട് എക്സാക്ട്ലി, അങ്ങനെയല്ല. അതുകൊണ്ടല്ല അവനെ ഉന്തി തള്ളി താഴെയിടുമല്ലേ ചെയ്തേ. ഓർക്കുന്നില്ലേ? ചാപ്റ്റർ ഓർക്കുന്നില്ലേ? അത്രയും മാത്രം മതിയായില്ല, അവരെ ഉന്തി തള്ളി താഴെയിടേണ്ടി വന്നു അല്ലേ? മദർ ഇസ് ദ വൺ ഡിഡ് ദാറ്റ്, isn't it? ഫൈൻ. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ഓർമ്മയില്ലേ? കഥ ഓർമ്മയില്ലേ? സീകളുടെ കഥ എല്ലാവർക്കും ഓർമ്മയില്ലേ? ആഹാരം കൊടുത്തതുകൊണ്ട് മാത്രം കിട്ടിയില്ല, അല്ലെങ്കിൽ ആഹാരം കൊടുക്കാതിരുന്നതുകൊണ്ട് മാത്രം അവൻ അറ്റംപ്റ്റ് ചെയ്തില്ല അല്ലേ? ഫൈൻ, ഓക്കെ. അപ്പോൾ എന്നാൽ എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവർക്കും ഇത്രയും കാര്യം പിടികിട്ടിയില്ലേ? മനസ്സിലായില്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് പോകാം അല്ലേ? ഇറ്റ്സ് ഹൈ ടൈം ടു ഹാവ് എ ബ്രേക്ക്, എ ലിറ്റിൽ ബ്രേക്ക്, 5 minutes ബ്രേക്ക്. അപ്പോൾ നമുക്ക് തുടരാം. ഹിസ് മദേഴ്സ്, ദിസ് ഇസ് നമ്മൾ ഇതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. Now prepare a motivational speech based on the lessons his first flight. I will fly quest for a theory of everything and if. Pointing the message and ideas you derived from them. Okay, ഇത് ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പ്രീവിയസ് ഇയേഴ്സിൽ 1 ഇയറിൽ ചോദിച്ചിട്ടുള്ളൊരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മോട്ടിവേഷണൽ സ്പീച്ച്. സ്പീച്ച് അതിൻ്റെ എങ്ങനെയാണ് തയ്യാറാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്യാം. ബട്ട് സ്റ്റിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് കരുതുന്നു അല്ലേ? സ്പീച്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ എങ്ങനെയാണ് സ്പീച്ച്, ഒരു സ്പീച്ച് എഴുതുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ? ആരെങ്കിലും ഒന്ന് പ്ലീസ് റേസ് ദ ഹാൻഡ് ഇഫ് എനിബഡി ഈസ് റെഡി ടു ജസ്റ്റ് അതിൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ സ്റ്റൈൽ. ജെഫിൻ പറഞ്ഞോളൂ. സല്യൂട്ടേഷൻ മീൻസ് അഡ്രസ്സിങ് ദ ഓഡിയൻസ്. നമ്മൾ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഫ്രം ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും സാധാരണഗതിയിൽ ഏത് ഓഡിയൻസിനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ ആരംഭിക്കണം. യെസ്, ഓക്കെ. ഇഫ് ഇറ്റ്സ് സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദ ക്ലാസ് റൂം, ഓക്കെ, ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് എന്നുള്ള രീതിയിൽ തുടങ്ങാം. ഓക്കെ, ദെൻ പിന്നെ ആദ്യം ഒരു അഡ്രസ്സിങ് ദ ഓഡിയൻസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. പിന്നീട് എന്താണ്? പിന്നെ സ്പീച്ചിൽ പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ആശയം അവതരിപ്പിക്കുന്ന രീതിയിൽ പറയുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദാറ്റ്സ് സ്പെഷ്യാലിറ്റി ഓഫ് എ സ്പീച്ച്. നമ്മൾ ഒരു ഓഡിയൻസിനോട് പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ എന്താണോ അത് മനസ്സിലാക്കിയത് അതിനെക്കുറിച്ച് എങ്ങനെയാണോ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നത് എന്നത് കൺവേ ചെയ്യുക എന്ന ഒരു കാര്യം കൂടിയുണ്ട് സ്പീച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ആ കാര്യം ക്ലിയർ അല്ലേ? യു ഹാവ് സെഡ് ഇറ്റ് കറക്റ്റ്ലി. ആ രീതിയിൽ തന്നെ ഓരോ ചാപ്റ്ററിലെയും കീ പോയിൻറ്റ്സ് എങ്ങനെയാണെന്നുള്ളത്, അത് എങ്ങനെയാണ് നമുക്ക് ഞാൻ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നുള്ള രീതിയിൽ ആൻസർ പ്രസൻറ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേ. ഓക്കെ, ക്ലിയർ? ഫൈൻ. ഓക്കെ, എല്ലാവരും ഒന്ന് വേവ് ചെയ്ത് കാര്യം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതേ ചോദ്യം നമുക്ക് ഇതിൻ്റെ ഒരു ആൻസർ നമുക്ക് ലേറ്റർ നമുക്ക് വരാം. വിൽ ഡിസ്കസ് ദാറ്റ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. എ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദ യങ് സീഗൾ. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ചിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ആർക്കാ ഒന്ന് പെട്ടെന്നൊന്ന് റിവൈസ് ചെയ്ത് പറയാൻ പറ്റുക? വാട്ട് ഓൾ തിങ്സ് ആർ ദെയർ ഫോർ ദ ക്യാരക്ടർ സ്കെച്ച്? ഒരു ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും? ഹു വിൽ ടെൽ ദാറ്റ്? അമീന, അമീന, സോറി ആലിയ, പ്ലീസ് അൺമ്യൂട്ട്. ആലിയ ഒന്ന് പറയാമോ? പ്രിപ്പയർ എ ഷോർട്ട് ക്യാരക്ടർ സ്കെച്ച് ഓഫ് എ യങ് സീഗൾ. എന്തൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും ഇതിൽ? ഓക്കെ ഫൈൻ. നമുക്ക് ഇത് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് അതിൻ്റെ ആൻസറും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദ യങ് സീഗൾസ് മദർ വാസ് സാഡ് അബൌട്ട് ഹെർ ചൈൽഡ്സ് ഫെയിലിയർ ഇൻ ഫ്ലൈയിങ്.
Later, she motivated him to fly. Do you think that parents are real forces behind our achievements? Prepare a brief note on parenting. Okay, prepare a brief note on parenting based on this chapter. അപ്പോൾ ഒരു ബ്രീഫ് നോട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമ്മൾ തയ്യാറാക്കും? എന്തൊക്കെ പോയിന്റ്സ് ഇതിൽ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തയ്യാറാക്കേണ്ടി വരിക അല്ലേ? ബ്രീഫ് നോട്ട് ഓൺ പാരൻറ്റിങ് ബേസ്ഡ് ഓൺ ദിസ് ചാപ്റ്റർ അല്ലേ? എങ്ങനെ അത് നോട്ട് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദിസ് ചാപ്റ്റർ ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ദിസ് ചാപ്റ്റർ യു ഹാവ് ടു റൈറ്റ് ദ ആൻസർ അല്ലേ? നമുക്ക് ചാപ്റ്ററിൻ്റെ സമ്മറിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. The young seagull's parent did not respond to his cries first. Why did they behave so? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളായിട്ടുള്ള ആൻസർ ആണ്. ആരെങ്കിലും ഉത്തരം പറയാമോ? Those who are silent, ഇതുവരെ സംസാരിക്കാതെ നിന്ന് ആരെങ്കിലും ഒരാൾ ഉത്തരം പറഞ്ഞേ. യാ നിരഞ്ജൻ. Yes, sir. They wanted to make their child they wanted to make their child his first flight. So they behaved so. The young seagull's parents did not respond to his cries. Yeah. അപ്പോൾ നമുക്കത് ഡിപ്പെൻഡിങ് ഓൺ ദ മാർക്ക്, ഇഫ് ഇറ്റ് ഈസ് എ 2-mark question, this much is enough. If it's a 4-mark question, you have to elaborate the things like the initial attempts, what did they do? Okay, they abandoned him, isn't it? അവനെ ഉപേക്ഷിച്ചിട്ട് പോകാനല്ലേ ചെയ്തത്. സീഗൽസ് പാരന്റ് ഡിഡ് നോട്ട് റെസ്പോണ്ട് ടു ഹിസ് ക്രൈസ്. അതിനുശേഷമാണിത് അല്ലേ? അവൻ്റെ യങ്ങർ വൺ, ഈവൻ ഹിസ് യങ്ങർ ബ്രദർ made his first flight. After that they abandoned him. Okay, ആ കാര്യങ്ങളൊക്കെ depending on the marks you have to answer. Okay, in the light of your reading the story his first flight, prepare a write up on the support of parents in overcoming hardship in life. അപ്പോൾ പാരൻറ്റിങ്ങിനെ ബേസ് ചെയ്തുള്ള 2 ക്വസ്റ്റ്യൻ, ഇത് രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പാരൻറ്റിങ്ങിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. ക്യാരക്ടേഴ്സ്: എ യങ് സീഗൾ, ദ മെയിൻ ക്യാരക്ടർ, ഹിസ് സിബ്ലിങ്സ്, 2 brothers, 1 younger sister, then father seagull, the sole breadwinner, mother seagull. Okay, mother seagullന്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അല്ലേ? ഹു ഇസ് എ സോഴ്സ് ഓഫ് സപ്പോർട്ട് ഫോർ ദിസ് യങ് സീഗൾ. ഷീ ഈസ് എ സോൾ കോൺഫിഡൻസ് ബിൽഡർ. ഷീ ഈവൻ ടുക്ക് എ ഡെയറിംഗ് സ്റ്റെപ്പ് ഓഫ് പുഷിംഗ് ഹർ ഓഫ്സ്പ്രിംഗ് ഫ്രം ദ ക്ലിഫ് ടു ഫോർഗെറ്റ് ഹിസ് ഫിയർ. ഓക്കെ, ഇത്രയും ക്യാരക്ടറുകളൊക്കെയാണ് നമ്മുടെ ഈ സ്റ്റോറിയിലുള്ളത്. അപ്പം 2 ക്യാരക്ടർ സ്കെച്ചാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായും ദ യങ് സീഗളിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ മദർ സീഗൾ ക്യാരക്ടർ സ്കെച്ചും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഹി വാസ് സ്കെയർഡ് ഓഫ് ദ വാസ്റ്റ് സീ ബിനീത്ത് ആൻഡ് കൺവിൻസ്ഡ് ഹിംസെൽഫ് ദാറ്റ് ഹി കുഡ് നെവർ ഫ്ലൈ. ഹിസ് ഫാദർ ആൻഡ് മദർ came around calling him, threatening him that will not get any food unless he flies, yet he couldn't gather the courage to fly. As a result, he was ashamed and became very sad, and thus he had to be all alone on the ledge where he usually slept. Okay, so that's about this chapter. അപ്പോൾ ഈ ചാപ്റ്ററിലെ മെയിൻ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഒരുപാട് ചോദ്യങ്ങളൊന്നും നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. മാക്സിമം മോസ്റ്റ് പ്രോബബ്ലി ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പക്ഷേ ഈ ചാപ്റ്ററിൽ നിന്നാകാം. അതുപോലെ ഒരു 4-mark question ഓർ 6-mark question മാക്സിമം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. Then the title of the lecture was a question: is the end in sight of theoretical physics? Hawking startled his listeners by announcing that he thought it was. What was the title of the lecture? It's directly from the passage given. The previous year question aanu. What was the title of the lecture? Yeah, please, one of you please answer this question. Vasudev. Yes, sir. Answer. What was the title of the lecture? കാണുന്നില്ലേ ആദ്യത്തെ ചോദ്യം? 7ാമത്തത്. What was the title of the lecture? No. അല്ല, ഒന്നുകൂടെ വായിച്ചു നോക്കൂ. അതാ, നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു
ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആൻസർ അങ്ങ് എഴുതരുത് കേട്ടോ. ഒരു 1-2 തവണ വായിച്ച് സംശയം ഉണ്ടെങ്കിൽ അത് ഒന്ന് തീർത്തിട്ട് വേണം. കാരണം ഈ ഭാഗങ്ങളിൽ നമുക്ക് മാർക്ക് പോയാൽ വി കനോട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റില്ല പിന്നെ. സോ മേക്ക് ഷുവർ ദാറ്റ് യു അറ്റൻഡ് ദീസ് ക്വസ്റ്റ്യൻസ് വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. ഷുവറായിട്ട് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ അല്ലേ. വാട്ട് വാസ് ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ആരാ പറഞ്ഞേ? ആ അതിഥി പറഞ്ഞു. അതിഥി ഗുഡ് ഈവനിങ് പറഞ്ഞോ, ആൻസർ പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയറിറ്റിക്കൽ ഫിസിക്സ് അല്ലേ? അതാണ് അവിടെ വാട്ട് വാസ് ദ ടൈറ്റിൽ ഓഫ് ദ ലെക്ചർ. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. ഹൗ ഡിഡ് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ഹിസ് ലെസൺസ്? അടുത്ത ചോദ്യത്തിന് ഉത്തരം ആരാ പറയാ? ശബരി പറഞ്ഞോ. ഹലോ പറഞ്ഞോ. യെസ് പെട്ടെന്ന്. Hawking started his lecture by announcing that he thought it was true. മോസ്റ്റ് പ്രോബബ്ലി ഒരു പക്ഷേ മാർക്ക് കിട്ടിയേക്കും, പക്ഷേ ഇറ്റ്സ് നോട്ട് ദ കറക്റ്റ് ആൻസർ. അത് അങ്ങനെ പറഞ്ഞാൽ പോരാ, അങ്ങനെയല്ല പറയേണ്ടത്. ഹി വാസ് ഹൗ ഡിഡ് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ഹിസ് ലിസണേഴ്സ് എങ്ങനെയാണ്? പക്ഷേ മാർക്ക് തരാവുന്നതാണ്, പക്ഷേ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടീച്ചർ നല്ല ടീച്ചറാണെങ്കിൽ അതിന് മാർക്ക് തരുള്ളൂ, ഞാൻ അതിന് മാർക്ക് തരില്ല. അങ്ങനെ എഴുതിയാൽ ഹൗ ഡിഡ് സ്റ്റീഫൻ ഹോക്കിംഗ് സ്റ്റാർട്ടിൽ ഹിസ് ലെസൺ, അതിൻ്റെ കറക്റ്റ് ആൻസർ എങ്ങനെ വരും? ഒന്നുകൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. ആ വാസ് മാറ്റി പറഞ്ഞേ. സ്റ്റാർട്ടിൽഡ് ഞെട്ടിക്കുക എന്നർത്ഥം. സ്റ്റാർട്ടിൽഡ് he thought that it was an insight for the theoretical physics. Okay, അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. That's better. Otherwise, your mark depends on the mercy of your teacher. Okay, the person who check the answers. Okay, next one, 9th one, who will? ആദിത്യ പറഞ്ഞോളൂ. Yeah, 9th one. He invited them to join him in a sensational escape through time and space to find the holy grail of science. Yeah, to find what? Yeah, okay, good. Then what is the holy grail of science? Who will give the answer? What is the holy grail of science? ആരാ പറയാ? Catherine. The theory that explains the universe and everything that happens in it. Okay, very good. Okay, so simple ആണ്. ഐ ഹോപ്പ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പല ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഇതുവരെ ഉള്ള മിക്കവാറും ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പാസേജ് തന്നിട്ട് അതിൻ്റെ ആൻസർ എഴുതുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഫുൾ മാർക്ക് ഷുവറായിട്ട് വാങ്ങിക്കേണ്ടതാണ്. അപ്പോൾ ഒരു തവണ വായിച്ചു, അതിന് അനുസരിച്ചൊരു ഉത്തരം എഴുതി. നോ, ഡോണ്ട് ഡു ദാറ്റ്. റീഡ് ഇറ്റ് വൺസ് മോർ. ഒരു തവണ വായിച്ചത് തന്നെ ഉത്തരം എഴുതരുത്. ഒരു തവണ കൂടെ വായിച്ചിട്ട് വേണം ഉത്തരം എഴുതാൻ കേട്ടോ. എല്ലാവരും അത് ശ്രദ്ധിക്കുക. അവിടെ മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ജെയിൻ ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിംഗ് വൈഫ്, വാസ് എ മേജർ ഹെൽപ്പിംഗ് ഹാൻഡ് ടു സ്റ്റീഫൻ ഹോക്കിംഗ്. ഷീ ഈസ് അറൈവിംഗ് അറ്റ് യുവർ സ്കൂൾ ടു ഇനോഗ്രേറ്റ് സയൻസ് ഫെയർ. ആസ് എ എഡിറ്റർ ഓഫ് യുവർ സ്കൂൾ മാഗസിൻ, ആസ്ക് 4 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 4 ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ചോദ്യമുള്ളൂ. Can anybody ask one question? ഒരു ചോദ്യം ആരെങ്കിലും ഒന്ന് പറയാമോ? Yeah, one question. Any one question? Yes, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? എല്ലാവരും ഒന്ന് വേവ് ചെയ്ത്, ഹാൻഡ് ഒന്ന് വേവ് ചെയ്തല്ലേ? എല്ലാവരും ഒന്ന് പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ. Okay, Catherine പറഞ്ഞു. What was your reaction after the doctor told you that Stephen will not be able to talk after his surgery? Yeah, okay, fine. That's a nice question. അപ്പോൾ നമുക്ക് okay, fine. That's enough. I hope it's clear to you all. ഇത് read the lines and answer the questions given below.
The glories of blood and state are shadows, not substantial things. There is no armor against face that lays his icy hand on kings. ഇത് ഏത് ചാപ്റ്ററാണ്? ആരാ പറയുന്ന? ഏത് പോയമാണ്? ഏത് ചാപ്റ്ററാണിത്? ഏഞ്ചലീന പറഞ്ഞോ. Hello, sir. യെസ്, ഹലോ. Hello. ഡെത്ത് ദ ലെവലർ, വണ്ടർഫുൾ പോയം, isn't it? ഒരു മനോഹരമായ ഒരു കവിതയാണ് ഡെത്ത് ദ ലെവലർ. ഓക്കെ, അപ്പോൾ ഈ വരികൾ വായിച്ച് മനസ്സിലാക്കാൻ എല്ലാവർക്കും സാധിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതിൻ്റെ അർത്ഥം അല്ലേ, ഇത് എന്താണ് സാഹചര്യമെന്ന് നമ്മുടെ നേരത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അല്ലേ? എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടോ? ഹാവ് യു ഓൾ വാച്ച്ഡ് ദ വീഡിയോ? റെക്കോർഡഡ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടോ ഈ ചാപ്റ്ററിൻ്റെ? ഒന്ന് ടാറ്റ കാണിച്ച് എല്ലാവരും ഒന്ന്, അല്ലെ തംസപ്പോ ടാറ്റ കാണിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടെങ്കിൽ. സോ ദ വീഡിയോസ് ആർ അവൈലബിൾ, എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഫൈൻ, നമുക്ക് ഇതിലേക്ക് വരാം. ഇവിടെ ഗ്ലോറീസ് ഓഫ് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. എന്താണ് ദിസ് ഗ്ലോറീസ് ഓഫ് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ പറയുക? ഞാൻ ഡയറക്ട്ലി ക്വസ്റ്റിലേക്ക് പോകുന്നില്ല, മറ്റു ചില ചോദ്യങ്ങൾ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്ലോറീസ് ഓഫ് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്? ഹു വിൽ ഗിവ് മി ദ ആൻസർ? അക്സ. പറഞ്ഞു. The achievements and all the successes which we have had on earth or in our life. ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? Our self and our country. ബ്ലഡ് എന്ന് പറയുന്നത് എന്താ? Our self, blood and ദ ഗ്ലോറീസ് ഓഫ് ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബ്ലഡ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലീനിയൻ, നമ്മുടെ പാരമ്പര്യം അല്ലേ? ദറ്റ്സ് ദ ബ്ലഡ്. ആൻഡ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നതോ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥകൾ, നമുക്ക് ഉള്ള അവസ്ഥ എന്നെല്ലാം നമുക്ക് അതുകൊണ്ട് അർത്ഥം ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ്. ഓക്കെ ഓക്കെ. ആൻഡ് ആർ ഷാഡോസ് ആൻഡ് നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്സ്. അപ്പോൾ എന്താണ് ഈ സബ്സ്റ്റാൻഷ്യൽ തിങ്സ് അല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? not important. It's insubstantial. It's not important. Not substantial things. Okay, that. Okay, fine. They're not substantial. Okay, this glories are not substantial things. Okay, there is no armor against faith. ആ വരിയുടെ അർത്ഥം എന്താണ്? Fate is inevitable. It will happen one way or another. Yeah. There is nothing to shield us from the faith, isn't it? We cannot hide ourselves from the faith. Then what about death lays his icy hand on kings? ആ വരി വളരെ മനോഹരമായൊരു വരിയല്ലേ? ഡെത്ത് ലേസ് ഹിസ് ഐസി. എവിടെ ഒരു പോയറ്റിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണത്? Personification. പെർസോണിഫിക്കേഷൻ. വെരി ഗുഡ്. എല്ലാവർക്കും പെർസോണിഫിക്കേഷനൊക്കെ അറിയാവോ? ഒന്ന് കൈ കാണിച്ച എല്ലാവരും, അറിയാവുന്നവരെല്ലാവരും ഒന്ന് വേവ് ചെയ്തേ. പെർസോണിഫിക്കേഷനൊക്കെ എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഞാൻ ഏതായാലും ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. പോയറ്റിക് ഡിവൈസസ് ഏതൊക്കെയാണ്? സിംപ്ലി, മെറ്റഫർ, പെർസോണിഫിക്കേഷൻ, ഇമേജറി, മെറ്റോണിമി ആൻഡ് ഓക്സിമറോൺ. ഓക്കെ, അതിൽ മെറ്റോണിമി, ഓക്സിമറോൺ നമുക്ക് പിന്നീടാണെങ്കിലും ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ആദ്യത്തെ 5 നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോകാം. സിംപ്ലി, മെറ്റഫർ എല്ലാവർക്കും അറിയാവോ? സിംപ്ലി, മെറ്റഫറൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ കാണിക്കുക. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ മാത്രം വേവ് യുവർ ഹാൻഡ് ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഈസ് സിംപ്ലി ആൻഡ് മെറ്റഫർ. സോ യു നോ വാട്ട് ഈസ് സിംപ്ലി ആൻഡ് മെറ്റഫർ. His face is like the moon. What is it? His face is like the moon. എന്താണ്? Which is the poetic device? പറഞ്ഞോ അഭിജിത്ത്. എന്താ ആരും ഉത്തരം പറയാത്തേ? സിമിലി, ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ചുള്ള കമ്പാരിസൺ അല്ലേ? അതാണ് സിമിലി. എല്ലാവർക്കും അറിയാമല്ലോ, ലൈക്ക് ഓർ ആസ് ഉപയോഗിച്ചുള്ള കമ്പാരിസൺ. അപ്പോൾ നമ്മുടെ പോയറ്റിക് ഡിവൈസസിൽ നമുക്ക് ഇത് അപ്രീസിയേഷൻ ഓഫ് ദ പോയം, നമുക്ക് അവസാനം ഒരു നമ്മൾ പഠിക്കാത്തൊരു പോയമായിരിക്കും മിക്കവാറും തരുന്നത്. അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ വരും. അപ്പോൾ ലൈക്ക് ഓർ ആസ് ഉണ്ടെങ്കിൽ അവിടെ സിമിലി ഉണ്ട്. ഓക്കെ, കിട്ടിയോ? അത് നമ്മൾ അവിടെ ഉപയോഗിക്കണം. ഓക്കെ, പിന്നെ മെറ്റഫർ എന്താണ്? ഹു വിൽ ടെൽ വാട്ട് ഈസ് മെറ്റഫർ? ഗിവ് മി വൺ എക്സാമ്പിൾ ഓർ ടെൽ വാട്ട് ഈസ് മെറ്റഫർ. പറഞ്ഞോ. യെസ്, ഗുഡ്. പറഞ്ഞോ അഭിജിത്ത്, പറഞ്ഞോ. വിത്തൗട്ട് ലൈക്ക് ഓർ ആസ് അല്ലേ? ഹി ഈസ് എ ലയൺ എന്ന് പറഞ്ഞാൽ എന്തായി?
മെറ്റഫറായി. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ 8 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു പോയമായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് സിംപ്ലി മെറ്റഫറൊക്കെ കണ്ടുപിടിക്കാൻ എല്ലാവർക്കും കഴിയുമല്ലോ അല്ലേ? കഴിയില്ലേ? പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും, ഉറപ്പായും കണ്ടുപിടിക്കുമല്ലോ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത പെർസോണിഫിക്കേഷനിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ഒന്ന് വേവ് ചെയ്ത് എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആയിരുന്നേ, പ്രൊആക്റ്റീവ് ആയിരുന്നേ, എല്ലാവരും ഒന്ന് വേവ് ചെയ്തേ. ഓക്കെ ഫൈൻ. സോ പെർസോണിഫിക്കേഷൻ എന്താണ്? എനിക്ക് തോന്നുന്നു അഭിജിത്ത് തന്നെ പറയുമെന്ന് തോന്നുന്നു. അഭിജിത്തെ പറഞ്ഞേ. അഭിജിത്തല്ലേ നേരത്തെ പറഞ്ഞോ അഭിജിത്തെ, എന്താ പെർസോണിഫിക്കേഷൻ അറിയോ? അറിയില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഒന്ന് പറഞ്ഞിട്ട് പോവാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പെർസോണിഫിക്കേഷൻ. സോറി ക്യാൻ യു സീ ഇറ്റ്? എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? യാ. അറിയില്ലെങ്കിൽ പറയണം കേട്ടോ. പെർസോണിഫിക്കേഷൻ ഇല്ലെങ്കിൽ നമുക്കിത് ഉറപ്പായിട്ടും മാർക്ക് കിട്ടുന്ന ഭാഗങ്ങളാണ് പെർസോണിഫിക്കേഷൻ. തീർച്ചയായും നമ്മുടെ കമ്പാരിസൺ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് പോയത്തിലൊക്കെ പെർസോണിഫിക്കേഷൻ ഉറപ്പായിട്ടും വരുന്നതാണ്. സോ പെർസോണിഫിക്കേഷൻ ഉണ്ടാവും. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ഹ്യൂമൻ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ലിവിങ് തിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി നോൺ ലിവിങ് ഒബ്ജക്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് പെർസോണിഫിക്കേഷനാണ്. മനസ്സിലായോ? മനുഷ്യനുള്ള ഒരു ഗുണം മനുഷ്യനല്ലാത്ത ഒരു വസ്തുവിന് അല്ലെങ്കിൽ നോൺ ലിവിങ് ഒബ്ജക്റ്റിന് കൊടുത്തു കഴിഞ്ഞാൽ അത് പെർസോണിഫിക്കേഷനാണ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഷീ എന്ന് ടൈറ്റാനിക്കിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ അത്? ആരാ? അഭിജിത്തിനോടല്ലേ ഞാൻ നേരത്തെ ചോദിച്ചു. അഭിജിത്തിനെ പറഞ്ഞ ഷീ എന്ന് ടൈറ്റാനിക്കിനെ വിളിച്ചാൽ എന്താണ്? അത്രേ ഉള്ളൂ. സിമ്പിളാണ് അല്ലേ? ദ മൂൺ ഈസ് പീപ്പിംഗ് ത്രൂ ദ വിൻഡോ. എന്താ ദ മൂൺ ഈസ് പീപ്പിംഗ് ത്രൂ ദ വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താ? പെർസോണിഫിക്കേഷനാണ് അല്ലേ? പീപ്പിംഗ്, ഒളിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ അത് മനുഷ്യന് മാത്രമുള്ള ഒരു ദ മൂൺ ഈസ് സ്മൈലിംഗ്, ചിരിക്കുക അല്ലേ? മൂൺ ചിരിക്കുവോ? ചന്ദ്രൻ ചിരിക്കുവോ? ഇല്ല. അപ്പോൾ അതൊരു പോയറ്റിക് ഡിവൈസാണ്. ദാറ്റ് ഈസ് പെർസോണിഫിക്കേഷൻ. ക്ലിയർ ആയോ? ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം ഇതിൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് കൈ കാണിച്ചേ, എല്ലാവരും ഒന്ന് വേവ് ചെയ്തേ. ഓക്കെ ഫൈൻ. മൂവിങ് ഓൺ. ദെൻ ഇമേജറി എന്താണ്? വാട്ട് ഈസ് ഇമേജറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് പല ചാപ്റ്റേഴ്സിലും പല പോയത്തിലും ഇമേജറി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് തരാൻ പോകുന്ന പോയത്തിൽ ഇമേജറി ഉണ്ടാകും. അപ്പോൾ ഇമേജറി എന്താണ്? ഇമേജറി എന്ന് പറയുന്നത് എന്താണ്? പ്രണവിന് പറയാമെങ്കിൽ പ്രണവ് പറഞ്ഞോ. പറഞ്ഞോ പ്രണവ്. വാട്ട് ഈസ് ഇമേജറി? ഏതൊക്കെ തരമുണ്ട്? ഓഡിറ്ററി, വിഷ്വൽ, കൈനസ്തെറ്റിക് അല്ലേ? ഓൾഫാക്ടറി, അങ്ങനെയൊക്കെ ഇമേജറീസ് ഉണ്ട്. എല്ലാവർക്കും അറിയാമല്ലോ. അത് ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്ന ഒരു അനുഭവം ഒരു വരി വായിക്കുമ്പോൾ നമുക്കുണ്ടാകണേ. ദറ്റ് ഈസ് ഓഡിറ്ററി. കാണുന്ന അനുഭവം എന്നാൽ വിഷ്വൽ ഇമേജ്. ഓക്കെ. ദെൻ സെൻസറി അല്ലേ? ദെൻ ടാക്റ്റൈൽ, ഓൾഫാക്ടറി, അങ്ങനെയുള്ള ഇമേജറീസ് ഓരോന്ന്. ഓക്കെ. നമുക്ക് മെയിൻ ആയിട്ടുള്ളത് വിഷ്വൽ ആൻഡ് ഓഡിറ്ററി ഇമേജസ് ആൻഡ് സംടൈംസ് ഇൻ സം പോയംസ് വി ഹാവ് കൈനസ്തെറ്റിക് ഇമേജസ്. അത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ദെൻ മെറ്റോണമി ആൻഡ് ഓക്സിമറോൺ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം നമുക്ക് കൂടുതലായിട്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഓൾ അല്ലേ? നമുക്ക് ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫ്ലൈയിങ് ലൈൻസ്. വാട്ട് ആർ ദ ഇത് നമ്മൾ 4th, 5th, 6th ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പിടികിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. എക്സ്പ്ലെയിൻ ദ ലൈൻ ദർ ഈസ് നോ ആർമർ അഗെയിൻസ്റ്റ് ഫെയ്ത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഫൈൻ. ദെൻ ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ഫ്ലൈയിങ് ലൈൻസ്. ഡെത്ത് ലേസ് ഏതാണ്? ഡെത്ത് ലേസ് ഈസ് ജോ ഹാൻഡ്സ് ഓൺ കിങ്. അവിടെ ഏതാ ഉപയോഗിച്ചിരിക്കുന്നത്? ആരാ പറയുക? പറഞ്ഞോ. വൈഷ്ണവ് പറഞ്ഞോ. പറഞ്ഞോ. ഏതാ? ഡെത്ത് ലേസ് ഹിസ് ജോയസ് ഹാൻഡ്സ് ഓൺ കിങ്സ്. എന്താ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്?
നോ എന്താ സിമിലി? ലൈക്കോ റാസ് ഇല്ലെങ്കിൽ സിമിലി ഇല്ല, ലൈക്കോ ആസോ ഇല്ലെങ്കിൽ സിമിലി ഇല്ല. അതെന്താണ് മനസ്സിലാകാത്തത്? ഞാനിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞല്ലേ. ഡെത്ത് ലേസ് ഹിസ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞു. ഡെത്ത്, മരണത്തിനെ അവൻ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായി? പറഞ്ഞോ വൈഷ്ണവേ. ഒന്നൂടെ ശ്രദ്ധിച്ചേ. എന്താ? പേഴ്സോണിഫിക്കേഷൻ അല്ലേ? എന്താ സംശയം? ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടുന്നില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? Any doubts? I hope it's clear to you all. Yeah. Now in text number, page number 69, it is there. This figure of speech ne kurichulla details ഉണ്ട്. Identify the figure of speech. Death lays hands on personification. Pick out example, metaphor, metonymy and oxymoron in the poem. നമ്മൾ അത് ഡിസ്കസ് ചെയ്യാം നമുക്ക്. So this metaphor, glories and shadows. It shows the transient and insubstantial nature of glory. Action of the just smells sweet. The action of just and flowers. Then metonymy, scepter and crown means king. അപ്പോൾ മെറ്റോണമി എന്താണ്? സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് ഉപയോഗിച്ച് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കിങ്ങിന് പകരം നമ്മൾ സ്കെപ്റ്റർ ആൻഡ് ക്രൗൺ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു അല്ലേ? കിരീടം ആൻഡ് ചെങ്കോൽ അല്ലേ? രാജാവിനെ പകരം നമ്മൾ ഉപയോഗിച്ചിരിക്കുകയാണ്. ക്രൗൺ എന്നതുകൊണ്ട് രാജാവിനെയാണ് അർത്ഥമാക്കുന്നത്. ദെയർ ഇസ് മെറ്റോണമി. ഓക്കെ, റൂളേഴ്സ് ഓർ പീപ്പിൾ വിത്ത് ഹൈ അതോറിറ്റി അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ skith and spade, ordinary people refers to the ordinary people, the working class. Okay, അവർക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നതാണ് skith and spade. Then oxymoron, then victim bleeds അല്ലേ? that is oxymoron. oxymoron ഉപയോഗിച്ചിരിക്കുന്നത് victim bleeds അല്ലേ? that contrast, that's oxymoron. Normally it's only the victims that bleed. Okay, മെറ്റോണമി ആൻഡ് ഓക്സിമറോൺ, പെർസോണിഫിക്കേഷൻ. ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ക്ലിയർ അല്ലേ? എല്ലാവരും ഒന്ന് കൈ കാണിച്ച് വേവ് ചെയ്തേ. ഏതെങ്കിലും ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് പറയാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം, പെട്ടെന്ന് പോകാം. മുന്നോട്ട് പോകട്ടെ? ഓക്കെ, വിത്ത് യുവർ പെർമിഷൻ ഐ എം പ്രൊസീഡിങ് ടു ദ നെക്സ്റ്റ്. Read the lines from the poem Sunrise on the Hills and answer the questions given below. The veil of clouds was lifted. When could a traveler enjoy the richness of the valley? Yeah. ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? Yeah, please. Those who are silent, please. ആരെങ്കിലും ഉത്തരം പറഞ്ഞോളൂ. ലിയ പറഞ്ഞോ. വെൻ കുഡ് എ ട്രാവലർ എൻജോയ് ദ റിച്ച്നെസ് ഓഫ് ദ വാലി? ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദ സെയിം ഓർ ദ സിമിലർ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ പറഞ്ഞു. Was lifted and being followed below cloud the rich valley and the river. The veil of the cloud was lifted and below glowed the rich valley and the river's flow was darkened by the forest shade or glistened in the white cascade. When could a traveler enjoy the richness of the valley? When the forests are darkened and shade. No, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? The river's flow was darkened by the forest shade. അപ്പോൾ ശരിക്കും എന്താണ്, എപ്പോഴാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? The veil of clouds was lifted അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? The veil of cloud was lifted എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, വെയിൽ ഓഫ് ക്ലൗഡ് ആണ്. വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ?
ഓക്കെ ഫൈൻ, നമുക്ക് ഞാൻ ഉത്തരത്തിലേക്ക് വരാം. മറ്റാർക്കെങ്കിലും ഒരു അറ്റംപ്റ്റ് ചെയ്യാം. ആദർശ് എന്ന് പറഞ്ഞേ. ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലൗഡ്സ് മാറുമ്പോൾ വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ്ഡ് ഓഫ് ദ ക്ലൗഡ്. വെയിൽ എന്ന് പറഞ്ഞാൽ മുഖപടം, മൂടുപടം എന്ന അർത്ഥത്തിലാണ് അല്ലേ. ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ്. ഓക്കെ, അപ്പോൾ എന്താ, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വെൻ കുഡ് എ ട്രാവലർ എൻജോയ് ദ റിച്ച്നെസ് ഓഫ് വാലി? ദ വെയിൽ ഓഫ് ക്ലൗഡ് വാസ് ലിഫ്റ്റഡ് ആൻഡ് ബിലോ ഗ്ലൗഡ് ദ റിച്ച് വാലി അല്ലേ. ക്ലൗഡ്സിൻ്റെ മൂടുപടം, മുഖപടം മാറുമ്പോഴാണ് അല്ലേ എല്ലാവർക്കും നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. അടുത്തത് പറഞ്ഞിരിക്കുന്നത് എന്താ? അങ്ങനെ മാറിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ റിവേഴ്സ് ഫ്ലോ വാസ് ഡാർക്കൻഡ് ബൈ ദ ഫോറസ്റ്റ് ഷെയ്ഡ്. അപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്താ, ഫോറസ്റ്റിൻ്റെ നിഴൽ ആ റിവറിലേക്ക് പതിക്കുന്നു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആയോ? കമൻറ്റ് ഓൺ ദ ഇമേജ് യൂസ്ഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ദ ഫ്ലോ ഓഫ് റിവർ. യെസ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇമേജ് എന്താണ്? ഫ്ലോ ഓഫ് റിവർ. ആരാ പറയുക? ജിയ പ്ലീസ് ആൻസർ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? ആദ്യത്തെ ഉത്തരം മനസ്സിലായല്ലോ അല്ലേ? അടുത്തത് പറഞ്ഞോ. കമൻറ്റ് ഓൺ ദ ഇമേജസ് യൂസ്ഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ദ ഫ്ലോ ഓഫ് റിവർ. Darkened by forest shade or glistened in white cascade. അപ്പം അതിൽ കമൻറ്റ് ഓൺ ദ ഇമേജസ് യൂസ്ഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ദ ഫ്ലോ ഓഫ് റിവർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്നാണ് അല്ലേ. കമൻറ്റ് ഓൺ ദ ഇമേജസ്, ഹൗ ഡു വി ഫീൽ എന്ന അതുകൂടി അതിൽ ഉൾപ്പെടും അതിൻ്റെ ഉത്തരത്തിൽ കേട്ടോ. അങ്ങനെ വേണം അതിന് ഉത്തരം പറയാനായിട്ട് അല്ലേ. സോ ദിസ് എങ്ങനെ പറയാൻ പറ്റും? കമൻറ്റ് ഓൺ ദ ഇമേജസ് യൂസ്ഡ് ഇൻ ഡിസ്ക്രൈബിംഗ് ദ ഫ്ലോ ഓഫ് റിവർ. Anybody else want to attempt this question? Comment on the images used in describing the flow of river. പറഞ്ഞു. ഹലോ പറഞ്ഞു. The river was flowed under the darkness of the forest shade. That's all. Okay. Okay, depending on the mark you write it. Okay, this much will be enough. Okay, otherwise yes, comment on the images used in describing the flow of river. Okay, the richness of the image. അപ്പോൾ കമൻറ്റ് ഓൺ ദ ഇമേജ് എന്ന് പറയുമ്പോൾ ഇമേജിൻ്റെ മനോഹാരിതയെക്കുറിച്ച് നമ്മളൊരു വാക്ക് പറയണം. ഓക്കെ, ക്ലിയർ? ഇന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രം പറയാതെ അതിൻ്റെ ഒരു എന്താണ് അതുകൊണ്ട് നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ഇമേജ് എന്നതിനെ കുറിച്ച് കൂടി ഒരു വാക്ക് പറയണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ് പ്രൂവ്ഡ് ദെയർ ടു ദ വേൾഡ് ദെയർ വാലർ നെവർ ഫെയിൽസ്. What is the context in which these lines could be placed? ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണെന്ന്, ഏത് ചാപ്റ്റർ ആണെന്ന് എല്ലാവർക്കും അറിയാം. ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് അല്ലേ. നമ്മൾ ലാസ്റ്റ് പഠിച്ച ചാപ്റ്ററാണ് അല്ലേ. ഏത് ചാപ്റ്ററാണത്? ടെൽ മീ വാട്ട് ഇസ് ദ ചാപ്റ്റർ? വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ ചാപ്റ്റർ? ആദിത്യ പറഞ്ഞോ. ഓക്കെ ഫൈൻ. ഓക്കെ ഇനഫ്. ആ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടർ ആരൊക്കെയാണ്? ആദിത്യ, ആ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടറുടെ പേരെന്ന് പറഞ്ഞേ. Who is the central character, the main character of the poem? പറയാൻ പറ്റുന്നുണ്ടോ? ക്യാപ്റ്റൻ അല്ലേ? ക്യാപ്റ്റൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? ഓഫ് ടൈറ്റാനിക് ഇസ് ദ ഹീറോ. ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം കേട്ടോ. ക്യാപ്റ്റൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുണ്ട്, അല്ലെ പ്രൊഫൈൽ ചോദിക്കാറുണ്ട്. അതൊന്നും ഓർത്തിരിക്കുന്നതല്ല. ഡോണ്ട് വറി, നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
സ്മിത്ത് എന്ന് ഓർത്തിരുന്നാൽ മതി, വേറെ കൂടുതലൊന്നും ഓർക്കണ്ട. ടൈറ്റാനിക്കിലെ സ്മിത്തിനെ കുറിച്ച് ഓർത്തിരുന്നാൽ മതി കേട്ടോ. കൂടുതലൊന്നും ഓർത്തിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് റിമെമ്പർ സ്മിത്ത്. ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, ഇത് വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദീസ് ലൈൻസ് കുഡ് ബി പ്ലേസ്ഡ്? ആരാ ആദിത്യക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ്? ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ വരികൾ ഉപയോഗിച്ചിരിക്കുന്നത്? The woman, children first was their cry and everyone on the crew stood by. Yeah. Make an attempt. പറഞ്ഞു. What is you can see the question on the screen. ഇല്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ മോളെ? കൈയൊന്ന് കാണിച്ചേ. ആദ്യത്തേത് what is the context in which these lines could be placed? ഏത് കോണ്ടെക്സ്റ്റിലാണ് ഈ വരികൾ ഉപയോഗിക്കാവുന്നത് എന്നാണ്. വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച്, കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ലേ? കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. ഏത് സാഹചര്യം അല്ലെങ്കിൽ ഏത് സന്ദർഭം എന്ന അർത്ഥത്തിലാണ്. വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദീസ് ലൈൻസ് കുഡ് ബി പ്ലേസ്ഡ്? ഈ വരികൾ ഉപയോഗിച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ് എന്നാണ് ചോദ്യം. ഓക്കെ ദ റെക്ക് ഓഫ് the moment, isn't it? Everyone അവിടെ സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ the woman and children first was their cry and everyone on the crew stood by. Okay, that means they were ready to sacrifice their life. അല്ലേ? അതിനെക്കുറിച്ചാണ്, അവരുടെ ആ സാക്രിഫൈസിനെ കുറിച്ചാണ് ആ വരികളിൽ സൂചിപ്പിക്കുന്നത്. ക്ലിയർ അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും കൈ ഒന്ന് വേവ് ചെയ്ത് എല്ലാവരും കൈ ഒന്ന് കാണിച്ചേ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ? ആദ്യത്തേത് കിട്ടിയല്ലോ? ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹാൻഡ് റൈസ് ചെയ്തു ചോദിച്ചോളൂ കേട്ടോ. സംബഡി ഈസ് റൈസിങ് ദ ഹാൻഡ്. ഇസ് ദർ എനി ഡൗട്ട് ഓർ ആർ യു ട്രൈങ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ? ആദർശേ, സംശയമാണോ അതോ ഉത്തരം പറയാനാണോ? അല്ല. ഓക്കെ, സംശയങ്ങളില്ല അല്ലേ ആർക്കും? ദ വേർഡ് സംശയമുണ്ടോ? ചോദിച്ചോളൂ. പ്ലീസ് ആസ്ക് ദ ക്വസ്റ്റ്യൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട്. Yeah. Can you repeat the question once more? I didn't hear. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാവുന്നതാണോ? വാട്ട് ഈസ് ദ, ഷാൽ ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ വൺസ് മോർ? ദാറ്റ് മീൻസ് ഐ വോണ്ട് ടു എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് മോർ അല്ലേ? ഒന്നുകൂടെ ഉത്തരം പറയണം എന്നല്ലേ ഉദ്ദേശിച്ചത് നമ്മൾ? ഓക്കെ, വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദീസ് ലൈൻസ് കുഡ് ബി പ്ലേസ്ഡ്? ഏത് സന്ദർഭത്തിലാണ് ഈ വരികൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം അല്ലേ? വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് എന്നത് നമുക്ക് ചിലപ്പോൾ വേറെ ചോദ്യങ്ങളിലൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോണ്ടെക്സ്റ്റ് അല്ലേ? എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സന്ദർഭം, ഏത് സാഹചര്യം എന്നുള്ള അർത്ഥത്തിലാണ്. വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ദീസ് ലൈൻസ് കുഡ് ബി പ്ലേസ്ഡ്? ഈ വരികൾ ഏത് സാഹചര്യത്തിലാണ്, ഏത് സന്ദർഭത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ് proved there to the world their valor never fails. The women and children first was their cry and everyone on the crew stood by. Okay, ഇത് ഏത് സാഹചര്യത്തിലാണ്? അപ്പോൾ ടൈറ്റാനിക് മുങ്ങുന്ന അവസരം. The wreck of the Titanic, the ship was sinking to the bottom of the Atlantic Sea. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഹൃദയത്തിലേക്ക് കപ്പൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. The crew, they showed their valor. അവരുടെ വാലർ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ ബ്രേവറി അല്ലേ? അവരുടെ ആ ധീരത അവർ പ്രകടമാക്കിയിരിക്കുകയാണ്. ആൻഡ് ഇംഗ്ലണ്ട് ആൻഡ് അയർലൻഡ് ആൻഡ് സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ് പ്രൂവ്ഡ് ദെയർ ടു ദ വേൾഡ് അല്ലേ? അപ്പോൾ ഈ ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്ന് പറയുന്ന ആ ക്രൂ മെമ്പേഴ്സ് ഫ്രം ദീസ് കൺട്രീസ് ഓഫ് ദീസ് പ്ലേസസ്, ഈ സ്ഥലങ്ങളിൽ നിന്നുള്ള ക്രൂ മെമ്പേഴ്സ്, അവരുടെ ധൈര്യം, അവരുടെ ജീവിതം ത്യാഗം ചെയ്തുകൊണ്ട് അവരവിടെ ആ ക്രൂ ദേ സ്റ്റുഡ് ദെയർ ആൻഡ് വാട്ട് ഡിഡ് ദേ സേ? ദ വുമൻ ആൻഡ് ചിൽഡ്രൻ ഫസ്റ്റ്. ആദ്യം സ്ത്രീകളും കുട്ടികളും രക്ഷപ്പെടട്ടെ എന്ന തീരുമാനമെടുത്തു. ഇൻസ്റ്റെഡ് ഓഫ് സേവിങ് ദെയർ ലൈഫ്, സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് പകരം അവർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ജീവൻ രക്ഷിക്കുവാൻ തീരുമാനമെടുത്തു. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, ലാസ്റ്റ് ചാപ്റ്ററാണ്. സോ വി ക്യാൻ എക്സ്പെക്ട് ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്യാപ്റ്റൻ സ്മിത്ത് ഓൾസോ. ഓക്കെ, ക്യാപ്റ്റൻ സ്മിത്ത് എന്ന പേര് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ കേട്ടോ. ക്ലിയർ അല്ലേ? മനസ്സിലായോ മോളെ? എനി ഡൗട്ട്? ഫൈൻ, ഗുഡ്. ദെൻ വാലർ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാട്ട് ഈസ് വാലർ? ആരാ പറയുക? വാലർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് ഉത്തരം പറയുക? അലിയ പറഞ്ഞു. വാട്ട് ഇസ് വാലർ? ഞാൻ ഓൾറെഡി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ധീരത അല്ലേ? ദെൻ യെസ്, ഫൈൻ, എക്സാക്ട്ലി. ദെൻ ഹൗ ഡിഡ് ദ ആക്ട് ഓഫ് ക്രൂ ബിക്കം ഹിസ്റ്റോറിക്? അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. എങ്കിലും ഒരാൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. പറഞ്ഞോ. ഹൗ ഡിഡ് ദ ആക്ട് ഓഫ് ദ ക്രൂ ബിക്കം ഹിസ്റ്റോറിക്? ഹൂ ഈസ് ഗോയിങ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ? The 10th one.
എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ആ പറഞ്ഞോ നമ്മളെ. ചിൽഡ്രൻ ആണേ, ചിൽഡ്രൻസ് അല്ല. ആ ആ ഹൗ ഡിഡ് ദ ആക്ട് ഓഫ് ക്രൂ ബിക്കെയിം ഓർ ബിക്കം ഹിസ്റ്ററിക് എന്ന ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയാൻ പറ്റും? ഓക്കെ, ഇത് എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും, പക്ഷേ മുഴുവൻ മാർക്കും കിട്ടില്ല. നമുക്ക് മുഴുവൻ മാർക്കും കിട്ടണ്ടേ? മുഴുവൻ മാർക്ക് എങ്ങനെ കിട്ടും? ഹൗ ഡിഡ് അതിൻ്റെ കീ പോയിന്റിലേക്ക് നിങ്ങൾ വന്നില്ല. ഹൗ ഡിഡ് ദ ആക്ട് ഓഫ് ദ ക്രൂ ബിക്കെയിം ഹിസ്റ്ററിക്? അവിടെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആ പോയിന്റിൽ. എന്താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? എന്താണ്? ഇതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ജീവൻ അവർ ബലി നൽകുകയാണ് ചെയ്തത്, അല്ലേ? ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അല്ലേ? ദാറ്റ്സ് എ ഹിസ്റ്ററിക് തിങ്. ഇറ്റ് ഈസ് ദെയർ ഡിസിഷൻ. അവർക്കാണ് തീരുമാനമെടുക്കാൻ കഴിയുക ആരാണ് രക്ഷപ്പെടാൻ പോകുന്നതെന്ന്. ശരിയല്ലേ? ബിക്കോസ് they are the one who can control it. The crew, they decided to sacrifice their life. That was the most important thing. Okay, that's a key point. അല്ലേ? ക്ലിയർ അല്ലേ? ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ. ദെൻ റൈമിംഗ് വേർഡ്സ്. എല്ലാവർക്കും റൈമിംഗ് വേർഡ്സ് അറിയാമോ? ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് അറിയില്ലെങ്കിൽ. റൈമിംഗ് വേർഡ്സ് അറിയില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ചെറുപ്പം മുതലേ നേരത്തെ മുതലേ പഠിക്കുന്ന കാര്യമാണ് റൈമിംഗ് വേർഡ്സ്, എല്ലാവർക്കും അറിയാം. എന്നാൽ ഐഡൻറ്റിഫൈ ചെയ്തോ. വാട്ട് ആർ ദ റൈമിംഗ് വേർഡ്സ്? ഇവിടെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആണ് ചോദ്യം കേട്ടോ, നോട്ട് ദ റൈമിംഗ് ലൈൻസ്. റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് പറഞ്ഞോ? ആ, ഗുഡ്, വെരി ഗുഡ്. ഫാത്തിമ സന, യാ. റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ് ഫാത്തിമ? ഫോളോ എല്ലാം ഓക്കെ അല്ലേ? ഡിസ്കഷൻ ഓക്കെ, ക്ലിയർ അല്ലേ ഫാത്തിമ? ഓക്കെ, ഐഡൻറ്റിഫൈ ദ ദിസ് റൈമിംഗ് വേർഡ്സ്. ഏതൊക്കെ? There is some problem with the audio. Identify the rhyming words. ഞാൻ പറഞ്ഞു റൈം സ്കീം ഒന്നും അല്ല ചോദിച്ചിരിക്കുന്നത്, റൈമിംഗ് വേർഡ്സ് ആണ്. മിസ്റ്റേക്ക് വരുത്തരുത് കേട്ടോ. എല്ലാം അറിയാവുന്നതാണെങ്കിലും തെറ്റ് വരുത്തരുത് കേട്ടോ. ശ്രദ്ധിക്കുക, റൈമിംഗ് വേർഡ്സ് ആണ് ചോദ്യം. റൈമിംഗ് സ്കീമോ ഒന്നുമല്ല. റൈമിംഗ് ലൈൻസോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല. റൈമിംഗ് വേർഡ്സ് ഏതാണെന്നേ ചോദിച്ചിട്ടുള്ളൂ. ഏതൊക്കെയാ? വെരി ഗുഡ്. റൈമിംഗ് സ്കീം പറഞ്ഞത് കറക്റ്റാണ്, ഓക്കെയാണ്. പറഞ്ഞോ. അപ്പോൾ ഏതൊക്കെയാണ്? റൈമിംഗ് വേർഡ്സ് ഏതാണ്? എന്താണ് അല്ല റൈമിംഗ് വേർഡ്സ്. എന്താണ് റൈമിംഗ് വേർഡ്സ്? റൈമിംഗ് വേർഡ്സ് ആണ് കേട്ടോ ചോദിക്കുന്നത്. എന്താണ് ചോദ്യം ശ്രദ്ധിക്കാത്തത്? അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വളരെ സിമ്പിളായിട്ട് ഇട്ടേക്കുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കരുതി ഇട്ടേക്കുന്നതാണ്, തെറ്റിക്കരുത്. എന്താണ് റൈമിംഗ് വേർഡ്സ്? ഏതൊക്കെയാണ്? വേർഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളൂ, വളരെ സിമ്പിളാണ്. റാഷിദ, പറഞ്ഞോ മനെ, പെട്ടെന്ന്. യെസ്, റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അവസാനം ഒരുപോലെ എൻഡ് ചെയ്യുന്ന ശബ്ദമുള്ള വാക്കുകളാണ്, അല്ലേ? ഒരേ ശബ്ദത്തിൽ എൻഡ് ചെയ്യുന്ന വാക്കുകളാണ് റൈമിംഗ് വേർഡ്സ്. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് റൈമിംഗ് വേർഡ്. പിന്നെ ഇല്ലേ വേറെ ഏതൊക്കെയാ? വെയിൽസ്, ഫെയിൽസ്, അല്ലേ? വെയിൽസ്, ഫെയിൽസ് ആണ്. ക്രൈ, ബൈ റൈമിംഗ് വേർഡ്സ് ആണ്, അല്ലേ? ഇതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ തെറ്റിപ്പോകരുത്. റൈമിംഗ് സ്കീം കറക്റ്റായിട്ടാണ് നേരത്തെ പറഞ്ഞതെന്ന് തോന്നുന്നു, അല്ലേ? എ ബി എന്ന റൈമിംഗ് സ്കീം കറക്റ്റാണ്. അത് റൈമിംഗ് സ്കീമിനെ കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു ഓൾ. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ്, bring out the meaning of the following lines of the poem Sunrise on the Hills in your words. I stood upon the hill when heaven's white arch was glorious with the sun's return march, and woods were brightened and soft gales went forth to kiss the sun-clad vales. Okay. ഇത് bring out the meaning of the following lines of the poem Sunrise on the Hills. Sunrise on the Hillsലെ ഈ വരികളുടെ അർത്ഥം എന്താണ്? Can anybody make an attempt? ആർക്കെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്താൻ ആഗ്രഹമുണ്ടോ? I stood upon the hill. Yes, very good, Brinda. Yes, just make an attempt on this. Bring out the meaning of the following lines. Yeah, പറഞ്ഞോ.
Unmute, please. Your mic is on mute. Hello. Parnyo. I stood upon the hills, went forth to kiss the sun-clad vales. The poet stood upon the hills and enjoyed the beauty of the nature. Yeah, basically that's right. Yes, he was enjoying the scenic beauty. അല്ലേ? എന്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്? എന്താണ് when heaven's wide arch was glorious with the sun's returning march? എന്താണ് അതിൻ്റെ അർത്ഥം? And woods were brightened and soft gale went forth to kiss the sun-clad vales. എന്താ അതിൻ്റെ അർത്ഥം? White arch was glorious with the sun's returning march. Sun's returning march. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പറഞ്ഞോ. പറഞ്ഞോ മോനെ. The horizon was glorious, along with the sun rising sun. No, sun's okay. The white arch was. I stood upon the hill, and woods were brightened, and soft gale went forth to kiss the sun-clad vales. Yeah, okay, that's okay, fine. But അവിടെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ അതിനെക്കുറിച്ച്? When heaven's white arch was glorious with sun's returning march. So the returning march of sun, അല്ലേ? സൂര്യൻ്റെ തിരിച്ചുവരവ്, അല്ലേ? From the എന്തിൽ നിന്നായിരുന്നു? മേഘങ്ങൾക്കിടയിൽ നിന്ന്, അല്ലേ? ശരിയല്ലേ? From where is the sun returning? Yes? Okay, clear അല്ലേ? Any doubts? Any doubts? എന്തെങ്കിലും സംശയമുണ്ടോ? Why? Yes. Just ആരാണ്? Is there any doubt? ആരെങ്കിലും സംശയം ചോദിക്കുന്നുണ്ടോ? ഇല്ല. Okay ആണ്. Fine. Good. Moving to the next slide. The next. Elaborate on the idea conveyed in these lines. The garlands wither on your brow. Then boast no more your mighty deeds. Upon death's purple altar now, see where the victim bleeds. Yes. അത് ഏതാ ചാപ്റ്റർ? Death the Leveler അല്ലേ? Death the Leveler അല്ലേ ഈ ചാപ്റ്റർ? അപ്പോൾ എലാബറേറ്റ് ദ ഐഡിയ കൺവെയ്ഡ് ഇൻ ദീസ് ലൈൻസ്. ഈ വരികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണ്? മനോഹരമായ വരികളാണ്. എന്താണ് ഈ വരികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം? Upon death's purple altar, now see where the victim bleeds. What is the idea conveyed in this line? Yeah, we have already discussed this. ഇത് സിമിലർ ആയിട്ടുള്ള ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സ്റ്റിൽ ആർക്കെങ്കിലും ഉത്തരം പറയാൻ കഴിയുമോ? Yes. Please raise the hands if anybody is ready to answer the question. Otherwise, I will just move on to the answer. ആൻസറിലേക്ക് ഞാൻ പോകാം. ഇല്ലെങ്കിൽ പറഞ്ഞോ. ഇല്ല. Nobody. The garland wither on your brow. The boast no more your mighty. They then boast no more your mighty deeds. Upon death's purple altar, now see where the victim bleeds. So here, the poet is speaking about death. അല്ലേ? What happens in the death's purple altar? മരണത്തിൻ്റെ അൾത്താരയിൽ എന്താ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, ഗിവ് മി ദ ആൻസർ. യാ, ടെൽ മീ, ഹൂ ഇസ് ഗോയിങ് ടു ആൻസർ? Jyotish. Yeah, what happens there upon the death's purple altar? മരണത്തിൻ്റെ അൾത്താരയിൽ എന്താ സംഭവിക്കുന്നതെന്നാണ് കവി പറയുന്നത്? Jyotish, can you hear me? Please unmute the mic.
Yeah, okay. Victim bleeds എന്ന് പറഞ്ഞാൽ വിജയും Victor and victim, the somebody who is the victim of the act also suffers, isn't it? അങ്ങനെയാണ്. പറഞ്ഞോ, ഉത്തരം പറഞ്ഞോ. അൺമ്യൂട്ട് ആൻഡ് പറഞ്ഞോ. Upon the death was the ornaments on your head will dry. Also, then no longer your achievements will go off. Everyone is same in front of them. Yeah, everyone is same in front of that. That is the idea conveyed by this lines, isn't it? Upon the purple altar, now see where the victim bleeds. Not only the Vijayi മാത്രമല്ല, the victim also, the victor as well as the victim, both bleeds. അല്ലേ? അവിടെ ഉപയോഗിച്ചിരിക്കുന്ന poetic device ഏതാണ്? Victor, victim, bleeds എന്ന് പറയുന്നിടത്ത്. Who will give me the answer? I have already discussed this. ഏതാണ് poetic device ഉപയോഗിച്ചിരിക്കുന്നത്? Yeah, I will ask. അക്സ പറഞ്ഞോ, ഏതാ poetic device? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ? Yeah, exactly. Like this contrast, victor, victim, bleeds. That contrast is there. Fine, good. Explain the flying lines from the poem Wreck of the Titanic. Yes, and with this down the corridors of all time, the Titanic story shall sound sublime. For never was courage more noble and true than was shown on that night by the Titanic's crew. Already ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ഇതിൻ്റെ ആൻസർ അല്ലേ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ Aksa, we have already discussed the answer, isn't it? Can you add anything more to this? ഇതിലേക്ക് എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? Can you give me the answer to this? You already discussed about the bravery of the crew of the Titanic and how they send the women and children first and sacrifice their own lives. Fine, very good. So explain this line. ഇവിടെ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? Yes, ആ നിമിഷം എങ്ങനെയാണ് ദിസ് ഹിസ്റ്ററിക് എന്ന് അദ്ദേഹം എന്തുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, ഈ വരികളിലും സൂചിപ്പിച്ചിരിക്കുന്നത്. Hope it's clear to you all. Next, character sketch of Gupta. 2023 ലാസ്റ്റ് ഇയറിലെ ക്വസ്റ്റൻ ആണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗുപ്ത. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് ഉറപ്പായിട്ടും എല്ലാ വർഷവും ചോദിക്കുന്ന ചോദ്യമാണ്. ആരുടെയെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടർ സ്കെച്ച് വരും. ഒന്നെങ്കിൽ ഗുപ്ത ആരാണെന്ന് മനസ്സിലായോ? ഏത് ചാപ്റ്ററാണിത്? അടുത്ത ക്വസ്റ്റ്യനിലുണ്ട് ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ? ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ ഗുപ്ത. ഡു യു റിമെമ്പർ ദ ക്യാരക്ടർ? അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു ആൻസർ പറയണമെങ്കിൽ പറയാം. ക്യാരക്ടർ സ്കെച്ചിനെ കുറിച്ച് എന്തെങ്കിലും പോയിന്റ്സ് പറയാനുണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ഞാൻ ആൻസറിലേക്ക് പോകും പെട്ടെന്ന്. പ്രൈസ് യുവർ ഹാൻഡ് ഇഫ് യു ആർ റെഡി ടു ആൻസർ. ആരെങ്കിലും പ്രൈസ് ചെയ്തേ, കൈ ഉയർത്തി ഉത്തരം പറഞ്ഞേ. എന്താണ് എല്ലാവരും ഇനാക്റ്റീവായിരിക്കുന്നത്? ബി ആക്റ്റീവ് ഇൻ ദ ക്ലാസ്. എല്ലാവരും ആൻസർ പറയൂ. ഏഞ്ചലീന പറഞ്ഞോ. Oh, can you repeat it once more? It was not clear. Bravery. ബ്രേവറി ആണോ പറഞ്ഞേ? ഏതാ വേർഡ് പറഞ്ഞ? ക്യാരക്ടർ സ്കെച്ചിൽ പറഞ്ഞ ട്രേറ്റ് ഏതാ പറഞ്ഞത്? ക്യാരക്ടറിന്റെ സവിശേഷത എന്താ പറഞ്ഞത്? ഓക്കെ, അത് ഫൈൻ. പിന്നെ ക്യാരക്ടർ ട്രേറ്റ്സ് ഏതൊക്കെയാണ് പറഞ്ഞത്? അല്ല ശ്രദ്ധിക്കൂ കേട്ടോ. മിസ്റ്റർ ഗുപ്തയുടെ ഒന്ന് പറഞ്ഞേ ക്യാരക്ടർ ട്രേറ്റ്സ് എന്ന് പറഞ്ഞേ, എന്നിട്ട് വേണം നമുക്ക് പെട്ടെന്ന് അടുത്തതിലേക്ക് പോകണ്ടേ. പറഞ്ഞേ ക്യാരക്ടർ ട്രേറ്റ്സ് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. യെസ് വാട്ട് ഹാപ്പൻ? എല്ലാവരും ഒന്ന് ഷെയർ അപ്പ് ചെയ്ത് എല്ലാവരും കയ്യിൽ നിന്ന് വേവ് ചെയ്തേ. യെസ് ജസ്റ്റ് 1 minute. Wave your hands, all of you, please wave your hands. Yes, are you all listening? Okay അല്ലേ? എല്ലാവരും ബാക്ക് ഓൺ മൂഡ് അല്ലേ? ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് പറഞ്ഞേ ഗുപ്തയുടെ. ആരാ? ആലിയ പറഞ്ഞോ. That's a point. Kind and compassion. Compassion എന്ന് പറയുന്ന പോയിന്റ് അവിടെ നമ്മൾ പ്രത്യേകം എംപതി, കൈൻഡ്നെസ്, കമ്പാഷൻ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡീസൻറ്റ് ജെന്റിൽ മാൻ അല്ലേ? ഇത്തരം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ അവിടെ പറയാം. അതാ ഐ വിൽ ഷോ ദ ആൻസർ ഓൾസോ. 1 minute.
Yeah, here is it. Character sketch of Mr. Gupta. Comprehensiveness of character. A character inde samagramayi thanne parayunnana 1 mark. Relevance of the traits discovered. Okay, gentleman, able, gentleman, friendly, calm, peaceful, respect others' emotions and feelings, dependable, honest. Okay, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ട്രേറ്റ് ആണ്. ചോദിക്കുകയാണെങ്കിൽ ഇത് എല്ലാം നിങ്ങളുടെ ഉത്തരത്തിൽ പറയണം. 2 marks ഫോർ ദാറ്റ്. ദെൻ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് അല്ലേ, ഇത് എങ്ങനെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതിന് 1 മാർക്ക്. ദാറ്റ്സ് ഹൗ ദ ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ച് ഏത് ക്യാരക്ടർ ക്യാരക്ടർ സ്കെച്ച് പറയുമ്പോഴും ഇതേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കോംപ്രിഹെൻസീവ്നെസ് ഓഫ് ക്യാരക്ടർ, ദെൻ റിലവൻസ് ഓഫ് ട്രേറ്റ്സ് ഡിസ്കവേർഡ്, കാം ഓരോ ക്യാരക്ടറിനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇൻ കേസ് ഓഫ് സ്മിത്ത് എന്ന് പറയുന്ന ക്യാരക്ടർ ഏതാണ്? സ്മിത്ത് എന്ന് മാത്രം നിങ്ങൾക്ക് തന്നാൽ, ക്യാപ്റ്റൻ സ്മിത്ത് എന്നോ അല്ലെങ്കിൽ സ്മിത്ത് എന്നോ മാത്രം തന്നാൽ ഏത് ക്യാരക്ടറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമോ? എല്ലാവർക്കും മനസ്സിലാവുമോ? ഹൂ ഇസ് ദാറ്റ് സ്മിത്ത്? ആരാണ് സ്മിത്ത്? ഡെന്നിസ്. വെരി ഗുഡ്, ഡെന്നിസ്. ആരാ? ഹൂ ഇസ് ദിസ് സ്മിത്ത് ഓർ ക്യാപ്റ്റൻ സ്മിത്ത് എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടർ ട്രേറ്റ്സ് ഏതെങ്കിലും ഒന്ന് പറയാമോ? ബ്രേവ്. ഫൈൻ, ഗുഡ്. ബ്രേവറി ഉണ്ട്, പിന്നെ ഡിഗ്നിറ്റി ഉണ്ട് അല്ലേ, വാലർ ഉണ്ട്, സാക്രിഫൈസ് ഉണ്ട് അല്ലേ, റെസ്പോൺസിബിൾ ആണ് അല്ലേ. ഓക്കെ. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ട്രേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഡിസ്കവർ ചെയ്യണം, കറക്റ്റായിട്ട് അത് പറയുക. ദെൻ ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് ഇസ് ഹൗ യു ദെൻ 1 minute. Then comment on the significance of the title of the story, The Price of Flowers. Price of Flowers എന്ന ടൈറ്റിലിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് പ്രൈസ് ഓഫ് ഫ്ലവർ? ആ പ്രൈസ് ഓഫ് ഫ്ലവർ എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ പ്രാധാന്യം എന്താണ്? പറഞ്ഞേ ജെഫിൻ, പറഞ്ഞേ. Yeah, fine. Then ഓക്കെ, ഫൈൻ, ഗുഡ്. ദാറ്റ്സ് എ സ്റ്റോറി. ശരിയാണ്, അതാണ്. ഓക്കെ, ഒരുപക്ഷെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മനസ്സിലും ഒരു വേദന ഉണ്ടാകുന്ന ഒരു കഥ തന്നെയാണ് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അവിടെ ആ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ടൈറ്റിൽ എങ്ങനെയാണ് ആപ്റ്റ് ആകുന്നത്, സ്യൂട്ടബിൾ ആകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് അല്ലേ? ദിസ് പ്രൈസ് ഓഫ് ഫ്ലവർ, ദ ഫ്ലവേഴ്സ്, ഷീ വാസ് എ യങ് ഗേൾ, എ ടീനേജ്ഡ് ഗേൾ, ശരിയല്ലേ? ദ ക്യാരക്ടർ, മാഗിയുടെ ക്യാരക്ടർ സ്കെച്ചും നമ്മൾ പഠിക്കുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാഗി ഓർക്കുന്നുണ്ടോ എല്ലാവരും? യെസ്. ആ കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് മീൻസ് ദാറ്റ് ഷോസ് ദ അഫെക്ഷൻ ഓർ ദ ലവ് ഓഫ് ദാറ്റ് ലിറ്റിൽ ഗേൾ ടു ഹർ ബ്രദർ അല്ലേ, സഹോദരനോടുള്ള സ്നേഹം കൂടിയാണ് ആ പ്രൈസ് ഓഫ് ഫ്ലവർ എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ പ്രാധാന്യം. ശരിയല്ലേ? Are you all following? Okay? Yes. Then character sketch of Alice Margaret Clifford. ഈ Alice Margaret Clifford ആരാണ്? Who is this Alice Margaret Clifford? Who? Abhijit, who is this Alice Margaret Clifford? Can you identify any 1 or 2 characteristic trait of Alice Margaret Clifford? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ വീഡിയോസിലുണ്ട്. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡിൻ്റെ ക്യാരക്ടർ സ്കെച്ച് പറയാമോ ആർക്കെങ്കിലും? അഭിജിത്ത് എന്ന് പറഞ്ഞേ, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് ആരാണ്? ലൗഡർ. എന്തോ ഓഡിയോ ഇഷ്യൂസ് ഉണ്ട്, ഐ കാൺ ഹിയർ. പറഞ്ഞോ. എക്സാക്ട്ലി, മാഗിയാണ്. ഓക്കെ, മാഗി എന്നോ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നോ ചോദിച്ചാൽ ദ സെയിം പേഴ്സൺ ഓൺലി നോ. അപ്പോൾ ക്യാരക്ടർ ട്രേറ്റ്സ് എന്ന് പറഞ്ഞ് 1 or 2 ക്യാരക്ടർ ട്രേറ്റ്സ് എന്ന് പറഞ്ഞ് ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ്? ആ ക്യാരക്ടർ ട്രേറ്റ്സ്, സവിശേഷതകൾ, സ്വഭാവ സവിശേഷത. ഓക്കെ. ദെൻ കറേജസ് ആണ്. ഓക്കെ, ഫൈൻ. ഹാർഡ് വർക്കിംഗ്, സെൻസിബിൾ അല്ലേ, സെൻസിബിൾ ആണ്, അഫെക്ഷനേറ്റ് ആണ് അല്ലേ? ഓക്കെ, ഫൈൻ, വെരി ഗുഡ്.
Good. I hope it's clear to you all. Then during the school to prepare a conversation that took place between you and Mr. Gupta. Okay. Then conversation. This is a previous year question. Then Maggie is working as a typist. Okay. Then this one, write a letter to the head of. ലെറ്ററിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ദിസ് ഇസ് എ ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററിൻ്റെ കാര്യം എങ്ങനെയാണ് എല്ലാവർക്കും അറിയാമല്ലോ. ഹൗ ഡു യു റൈറ്റ്, ഹൗ ഡു യു പ്രിപ്പയർ എ ഫോർമൽ ലെറ്റർ? എങ്ങനെയാണ് ഫോർമൽ ലെറ്റർ പ്രിപ്പയർ ചെയ്യുന്നത്? യാ, വാട്ട്സ് ഫസ്റ്റ് തിങ്? ആദ്യം എന്താണ് ഫോർമൽ ലെറ്റർ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? Give me the answers please, one of you. Yeah. ഫസ്റ്റ് ആരംഭിക്കുന്നത് എങ്ങനെ? ആദ്യം ഏതാ? ടു ആണോ ആരംഭിക്കുന്നത് ഫോർമൽ ലെറ്ററിൽ? യാ, നമ്മുടെ അഡ്രസ്സ് എഴുതണം ആദ്യം അല്ലേ? സെൻഡേഴ്സ്, യുവർ അഡ്രസ്, സെൻഡേഴ്സ് അഡ്രസ്, സോറി, ആദ്യം സെൻഡേഴ്സ് അഡ്രസ് ഷുഡ് ബി ദെയർ. യാ, ദെൻ ഇത് തെറ്റിപ്പോകരുത്. എല്ലായ്പ്പോഴും ഒരുപാട് തവണ പറയുന്നതാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നതാണ്. ഫോർമാറ്റ് തെറ്റിയാൽ ഉറപ്പായും മാർക്ക് കുറഞ്ഞിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഫോർമാറ്റ് തെറ്റിക്കരുത്. ഫോർമാറ്റ് തെറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നീടുള്ളതിന് ഓരോ തെറ്റിനും അതിനനുസരിച്ചുള്ള മാർക്ക് കൂടുതൽ കുറയാൻ സാധ്യതയുണ്ട്. സോ സെൻഡേഴ്സ് അഡ്രസ്സിൽ ആരംഭിക്കുക കേട്ടോ. ദെൻ ഡേറ്റ്, ഏത് ഡേറ്റ് ആണ് എഴുതുന്ന ഡേറ്റ് അല്ലേ? ഡേറ്റ് അത് എക്സ്പാൻഡഡ് ഫോർമാറ്റിൽ എഴുതുന്നതാണ് നല്ലത്. 1 ജാനുവരി 2025 അങ്ങനെയുള്ള എക്സ്പാൻഡഡ് രീതിയിൽ എഴുതുന്നതാണ് ബെറ്റർ. ദെൻ അങ്ങനെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് ടു അഡ്രസ്. ഓക്കെ, ആർക്ക് അപ്പോൾ ഈ ഫ്രമും ടു ഒന്നും എഴുതരുത്, അഡ്രസ്സ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ടു അഡ്രസ്സ് ഒഫീഷ്യൽ അഡ്രസ്സ് ആയിരിക്കും എഴുതുന്നത് കേട്ടോ. ആളുടെ പേരല്ല, ഒഫീഷ്യൽ ഡെസിഗ്നേഷനും ഒഫീഷ്യൽ അഡ്രസ്സും വയ്ക്കുക. ദെൻ അടുത്തത് ടു അഡ്രസ്സ് കഴിഞ്ഞാൽ യാ, വെരി ഗുഡ്, സബ്ജക്റ്റ് കൊടുക്കുക. അടുത്തത് സല്യൂട്ടേഷൻ, ഡിയർ അല്ലേ? ഡിയർ സർ എന്നോ സർ എന്നോ ഡിയർ സർ എന്നോ കൊടുക്കുക. ഓക്കെ അല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ ബോഡി അല്ലേ? റൈറ്റ് ഇറ്റ് ഇൻ 3 or 4 പാരഗ്രാഫ്സിൽ എഴുതുക. ആദ്യത്തെ പാരഗ്രാഫിൽ ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ നിങ്ങൾ സ്വയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പിന്നീട് എന്തിനാണ് നിങ്ങൾ എഴുതുന്നത് എന്നുള്ള കാര്യം ഒന്ന് ബ്രീഫായിട്ട് ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതുക. പിന്നെ ബോഡിയിലേക്ക് വരുമ്പോൾ അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ വിശദമാക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ബോഡിയിൽ അത് 2 പാരഗ്രാഫിലായിട്ട് എഴുതുന്നു. ദെൻ കൺക്ലൂഡിങ് പാരഗ്രാഫ്. കൺക്ലൂഡിങ് പാരഗ്രാഫിൽ എന്താണ് വരുന്നത്? വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ റിസീവർ സൈഡ്, എന്താണ് റിസീവർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം മെൻഷൻ ചെയ്തുകൊണ്ട് എൻഡ് ചെയ്യിക്കുക കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ദ കൺക്ലൂഡിങ് പാരഗ്രാഫ്. ഇത്രയും കഴിഞ്ഞാൽ തീർന്നോ? യാ, ദാറ്റ്സ് എ സബ്സ്ക്രിപ്റ്റ്, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി. ഓക്കെ, എന്ന് അല്ലെങ്കിൽ യുവർ സിൻസിയർലി യുവർ ഫെയ്ത്ത്ഫുള്ളി എഴുതി സിഗ്നേച്ചർ ഇട്ട് കഴിഞ്ഞാൽ ദ ലെറ്റർ ഈസ് കംപ്ലീറ്റ്. ഓക്കെ, ഫോർമാറ്റ് തെറ്റിക്കരുത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? നെക്സ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് ദെൻ ക്യാരക്ടർ സ്കെച്ചിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദ നെക്സ്റ്റ് തിങ്, ക്യാരക്ടർ സ്കെച്ചിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു. അടുത്തത് Mr. Gupta told Miss Clifford that her son was alive and added that he was well. In fact, it was a lie. Why did he tell this lie? It's a previous year question. അപ്പോൾ എന്തുകൊണ്ടാണ് കള്ളം പറഞ്ഞത് എന്ന ചോദ്യം പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? Why did he tell the lie? A very simple question. Why did he tell the lie? വൈശാഖ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്തേ, പറഞ്ഞോ. Do you know the answer? Mr. Gupta told Mrs. Clifford that her son was alive and added that he was well. In fact, it was a lie. Why did he tell this lie? ഏത് ചാപ്റ്ററിലെ ചോദ്യ? പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ കള്ളം ഗുപ്ത പറഞ്ഞത്? മിസ്റ്റർ ഗുപ്ത എന്തുകൊണ്ടാണ് ഈ കള്ളം പറഞ്ഞതെന്നാണ് ചോദ്യം. She was weak, she was suffering, she had pain, isn't it, for her missing son. She was in a singing stage. So this man, as per the request of Maggie request ചെയ്തതനുസരിച്ചാണ് ഇങ്ങനെ
പറയുന്നത് അല്ലേ? ഓർക്കുന്നുണ്ടല്ലോ കഥ? എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ? Is it clear to you all? Now നമുക്ക് സ്റ്റോറി ഒന്ന് പെട്ടെന്ന് ബ്രീഫായിട്ടൊന്ന് പോയിട്ട് വരാം. The Price of Flowers is a touching story by Prabhat Kumar Mukhopadhyaya. The story is set in London in pre-independent era. It is narrated through the point of view of Mr. Gupta, an Indian civil servant undergoing training in London. Okay, so Mr. Gupta meets a teenage girl in a restaurant. Her interest in him arouses his curiosity. He later becomes friends with her and learns her story. She lives with her widowed mother in a poor neighborhood. Her only brother Frank is in India serving the British Army. They have no information from him for several months and they are worried. When Mr. Gupta visited their home, Mrs. Clifford, the mother, requested him to look into the crystal on a ring sent by Frank from India. They believe that the ring has magical powers and a Hindu will be able to see the future and past if he concentrates on the crystal. Mr. Gupta tries but fails. This disappoints her. Later, Mrs. Clifford falls ill. Maggie requests him to look once again into the crystal and tell her mother that Frank is all right. Okay, ഈ ഭാഗമാണ് നമ്മൾ ചോദ്യത്തിൽ കണ്ടത് അല്ലേ? As this will help her to recover, he agrees to tell this harmless lie, but by the time he tells this, Frank was already dead. When Mr. Gupta returns to India, Maggie gives his 1 shilling to buy buy flowers for Frank's grave. Okay, that's the story in a nutshell. കഥ ഇതാണ്. എല്ലാവർക്കും റിക്കലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി വീഡിയോസ് ഉണ്ട്, നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? Moving to the story is a really touching one. Then there is an abundance of dialogues in the story which helps the reader to build an emotional connection with the characters. Now APJ Abdul Kalam say no youth needs to fear about their failure. The young no youth needs to fear about their future. Okay, so why does APJ Abdul Kalam say this? Okay, എന്തുകൊണ്ടാണ് APJ Abdul Kalam ഇങ്ങനെ പറയുന്നത്? This is also a previous year question. Why does he say so, or why did he say so? എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? Because any answers? Yeah, unmute the mic please and answer. പറഞ്ഞോളൂ. Yes. Yeah, okay, because the mind, the young mind is the most powerful thing, isn't it? That's the key point in that. Okay, le? Fine. We are moving to this profile is there. Then Kalam say no youth needs to fear about the future because the ignited minds of youth is the most powerful resource. Okay, clear? What was a mission? Shastrayan, preparation of about 2,000 students from different schools. Then imagine that you get the opportunity to address class 10 students before public examination. On the basis of Dr. Kalam's message, prepare a speech. My dear students, you are soon going to appear for SSLC examination, which is considered to be a big turning point in your life. Some students get panicky before the examination and spoil their chances to do well. There is no need to fear. The examination are simply to test your understanding of things that you have been taught in the class. Millions of students before you have taken this kind of examination, so this is nothing new or terrifying. Be confident, don't be nervous. Be optimistic, be cool, calm and composed. Fear will not help you. It will only make you forget what you already know. You have been reading your lessons regularly and doing the assignments. The teachers have been testing your knowledge every now and then. Okay, so ഒരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ
അവർ പോയിൻ്റ് ഓഫ് വ്യൂ അത് പ്രസൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് പോലെ നോട്ട് ഓൺലി ബേസ്ഡ് ഓൺ ആ ചാപ്റ്ററിലെ കാര്യങ്ങൾ അതേപോലെ എടുത്ത് പറയരുത്, മറിച്ച് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റിയ കാര്യങ്ങൾ നമ്മളുടേതായ രീതിയിൽ അനുവാചകരിലേക്ക് എത്തിക്കുക എന്ന രീതിയിൽ വേണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഫൈൻ. How did Hawking overcome his crippling disease? Okay, that is also a previous year question. Stephen Hawking was a supernova of world physics. He came to the level by overcoming his crippling disease. Write a paragraph. Okay, so that relevance of the content. So here Stephen Hawking could overcome his crippling disease and become supernova of physics by ignoring and fighting against the difficulties of life with great courage and willpower. Then that's the content, that's the key thing. Then proper communication of idea, appropriate usage of language carries 1 mark each. Can a person be judged by appearance alone? Justify your response. A person cannot be judged by appearance alone. Many great men in history did not have a great appearance. So that answer, depending on the mark, you should write the answer. Okay, hope it's clear. Now, imagine that the men okay, as a tourist guide, you are supposed to narrate a story behind the turtle calling ceremony of Kandavu. Narrate the story. This is from the Kandavu, this Fijian legend. Hope you all remember it. The turtle calling ceremony, a ritual followed by the people of Namuana village based on legend passed since many generations. The story of Tinia Kobaga and Rudilis, their life and tragic end. Then clarity in presentation, appropriateness of language. It's a 6 mark question. So a previous year question as a tourist guide, you are supposed to narrate the story. Okay, I hope it's clear to you all. Are you all following this? Please wave your hands. Clear ano? Okay alle? So the poems are remaining. We have to discuss about നമ്മൾ പോയത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു ഓൾ അല്ലേ? ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സിമിലി, മെറ്റഫോർ, പേഴ്സോണിഫിക്കേഷൻ, ഇമേജറീസ്, ഓക്സിമറോൺ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആൻഡ് ലെറ്റർ റൈറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഫോർമാറ്റ് എല്ലാ തവണയും ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. എല്ലാ വീഡിയോസിലും വീണ്ടും വീണ്ടും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫോർമാറ്റ് തെറ്റിക്കരുത്. സെൻറ്റേഴ്സ് അഡ്രസ്സിലാണ് ആരംഭിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ബാക്കി നിങ്ങൾക്ക് കിട്ടിക്കോളുമായിരിക്കും. ഓക്കെ അല്ലേ? അതെല്ലാം ഓക്കെ ആണല്ലോ? ദ റിമൈനിങ് ചാപ്റ്റേഴ്സ്, ദ പോയംസ് ആൻഡ് ഓൾ ദ തിങ്സ് വി വിൽ ഡിസ്കസ് ഇൻ ദ മോർണിംഗ് സെഷൻ. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എല്ലാവരും മോർണിംഗ് സെഷനിൽ പങ്കെടുക്കുക. ഓക്കെ, നമ്മൾ ഫിനിഷ് ചെയ്യും. നമ്മളെല്ലാ ചാപ്റ്റേഴ്സും ഫിനിഷ് ചെയ്ത് വി വിൽ write the exam with full confidence and we will score the maximum marks. Okay, ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയയോട് കൂടിയാണ് നിങ്ങൾ എല്ലാവരും നാളെ എക്സാമിന് പോകാൻ പോകുന്നത്. ഐ ഹോപ്പ് യു ആൾ ആർ ഹാപ്പി. എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കരുതുന്നു അല്ലേ? എല്ലാവരും ഒന്ന് ചിരിച്ചേ, എല്ലാവരും ഒന്ന് ചിരിച്ചേ, ചിരിക്കുന്ന മുഖത്തോടെ. അപ്പോൾ ഇന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുക. എല്ലാ കാര്യങ്ങളും മനസ്സിലുണ്ട്. നാളെ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. ദ റിമൈനിങ് ചാപ്റ്റേഴ്സ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. ആൻഡ് ഹാവ് എ നൈസ് സ്ലീപ്പ്. എല്ലാവരും സുഖമായിട്ട് ഉറങ്ങട്ടെ. ഉറങ്ങിയിട്ട് വരിക കേട്ടോ. നാളെ കാണാം. സീ.